Starting on a new career choice can be intimidating at first. People are often confused what to choose as their life career. Taking your time and looking through our career and education section can make all the difference. If you're interested in learning about career development and new opportunities, WebIndia 123 is here to help you. ഏത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പും ബെസ്റ്റ് സെലക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം വേണ്ട ക്വാളിറ്റി എന്താ? അഭിനവ് ബിന്ദ്ര ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടി ഷൂട്ടിങ്ങിൽ. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്ലസ് പോയിന്റുകളിൽ ഒന്നേതാ? എന്താ? പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് ഉള്ളതാണല്ലോ നമ്മുടെ ഇന്ത്യൻ ടീം. പോയിട്ട് കണ്ടില്ലേ വന്നത്? പ്രാക്ടീസിന് ഇവിടെ ഒരു കുറവുമില്ല, പക്ഷെ വേറെ പല പല പ്രാക്ടീസുകളായി പോകുന്നു. സോ ദ ഫസ്റ്റ് തിങ് ഈസ് കോൺസെൻട്രേഷൻ. Concentration, that is mental power. If you have no mental strength, നിങ്ങൾ എങ്ങനെ ഈ കേരളത്തിൽ ജീവിക്കും? It's another big question. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞങ്ങളുടേത് മൈൻഡ് ആൻഡ് മെമ്മറി മാനേജ്മെന്റ്. എല്ലാവരും ഹൈലി അംബീഷ്യസ് ആണ്. ഹൈലി അംബീഷ്യസ് ആയിട്ടുള്ള കുട്ടി ഈ സൊസൈറ്റിയിൽ വിജയിക്കണമെങ്കിൽ, കേരളത്തിൽ വിജയിക്കണമെങ്കിൽ, ഇന്ത്യയിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് അറ്റ് പ്രസന്റിൽ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് കണ്ണോടിക്കാം. വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. കേരളം ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. വി ആർ ഇൻ ഫസ്റ്റ് പ്ലേസ്. ഏതിലാ? ലിറ്ററസിയിൽ, സാക്ഷരതയുടെ കാര്യത്തിൽ. നോ പ്രോബ്ലം. പക്ഷെ ആ സാക്ഷരത, ലിറ്ററസി അവിടെ വെച്ചുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ന് കേരളം ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് ചാരായം കുടിക്കുന്നവരുടെ കാര്യത്തിൽ. സോ മദ്യപാന്മാരുടെ കാര്യത്തിൽ, ചാരായം കുടിക്കുന്നവരുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനം നിൽക്കുന്നു നമ്മുടെ ഈ സ്വന്തം കേരളം. അതിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഈ ഇരിക്കുന്ന, ഞാൻ നിങ്ങളുടെ മക്കളെന്ന് പറയുമ്പം ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കരുത്. മൈ എയിം എന്ന് പറയുന്നത്, മൈ വിഷൻ ഈസ് കേരളം. കേരളം ഗോഡ്സ് ഓൺ കൺട്രി. അതിൽ മാക്സിമം നമുക്ക് കേരളത്തിനെ ഏറ്റവും നല്ല കുട്ടികളാക്കി മാറ്റുക. അതാണ് എൻ്റെ വിഷൻ. സോ നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ എൻ്റെ മുഖത്ത് പോയിക്കൊണ്ട് എപ്പോഴും നീ എന്ന് പറയുന്നു, നിങ്ങൾ എന്ന് പറയുന്നു. നോ, ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുക. അപ്പോൾ കേരളം ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് മദ്യപിക്കുന്നവരുടെ കാര്യത്തിൽ. അതിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ മക്കളൂടെ വരും. നിങ്ങളുടെ മക്കൾ എൻ്റെ വായിൽ നിന്ന് ചിലപ്പോൾ വീണു പോകും. കാരണം ഐ ഹാവ് നോ ചിൽഡ്രൻ ആൻഡ് ഫാമിലി. നിങ്ങളുടെ മക്കൾ തന്നെയാണ് എൻ്റെ മക്കൾ. അതുകൊണ്ടാണ് ചാരിറ്റബിളായിട്ട് ഓടി നടന്ന് ഈ കാര്യങ്ങൾ എടുക്കുന്നത്. ഇറ്റ് ഈസ് ഫുൾ ഫ്രീ എന്ന് പറയാൻ കാരണം അത് തന്നെ. എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന അതേ വാത്സല്യത്തോടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം കാണിക്കേണ്ടി വരും. ഇന്നലത്തെ മലയാള മനോരമ പത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നശിക്കേണ്ടവരാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ? ഇന്നലത്തെ മലയാള മനോരമ ആലപ്പുഴ ജില്ല, ആലപ്പുഴയിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രശസ്തമായ സ്കൂളിൽ ഏറ്റവും വലിയ വമ്പന്മാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്തു പ്ലസ് 1 പഠിക്കുന്ന കുട്ടികൾ. അതിലൊരുത്തൻ ഒറ്റ ഇരിപ്പിന് 6 പെഗ് വിദ്യാർത്ഥി എത്തിയത് മെഡിക്കൽ കോളേജ് ICU. ബാക്കി ഡീറ്റെയിൽസ് വായിക്കുന്നില്ല, സ്കൂൾ പറയുന്നില്ല, ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കൗൺസിലർ ആയതുകൊണ്ട് ഓൾ ദീസ് തിങ്സ് ഐ ഹാവ് ടു കളക്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാണിച്ചു എന്നുള്ളത്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ മദ്യപാനത്തിൽ 1ാം സ്ഥാനത്തിലെത്തുന്നു? അല്ലെങ്കിൽ പ്ലസ് 1 നിങ്ങളുടെ മക്കളിൽ ചിലർ ഈ 6 പെഗ് ഒറ്റയടിക്കിരുന്ന് കുടിച്ചു തീർക്കുന്നു. ഇറ്റ് ഈസ് unable to control his mind. ഇപ്പം നമ്മൾ എന്തുകൊണ്ട് കുടിയന്മാരായി പോകുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ദി സെക്കൻഡ്, വീണ്ടും നമ്മൾ 1ാം സ്ഥാനത്താണ്. ശംഭു, പാൻപരാഗ് പോലെയുള്ള മയക്കുമരുന്നുകൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ചവയ്ക്കുന്ന കാര്യത്തിൽ ചുണ്ടിൻ്റെ നാക്കിൻ്റെ അടിയിൽ. അത് എറണാകുളം ഒട്ടും പുറകിലല്ല, ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. ദെൻ ദി തേർഡ്, 3ാമത്, വീണ്ടും നമ്മൾ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ. 4, വീണ്ടും നമ്മൾ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ. നമ്മൾ ഒട്ടും പുറകിലല്ല. വീണ്ടും നമ്മൾ 1ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ വിവാഹബന്ധം വേർപെടുത്തുന്ന കാര്യത്തിൽ, ഡൈവേഴ്സിന്റെ കാര്യത്തിൽ. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല, അഭിമാനപൂർവ്വം ഞാൻ പറയട്ടെ, എറണാകുളം ജില്ല. സോ മൈ ഇന്റൻഷൻ, മൈ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഈ ഡൈവേഴ്സ്
കുറപ്പിക്കുക എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ മാക്സിമം വിഷയങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതുകൊണ്ട് കൂടെയാണ്. വെറുതെ കുറേ ഡിഗ്രി മാത്രം പറഞ്ഞു കൊടുക്കാൻ കാര്യമില്ല. കുട്ടി അത് പഠിക്കണമെങ്കിൽ ആദ്യം കുട്ടിയുടെ മനസ്സും ശരീരവും ഒരു പോയിന്റിൽ ഉണ്ടാവണം. ശരീരം വീട്ടിൽ ഉണ്ടാവണം, ആ വീട്ടിലുള്ള ശരീരത്തിനകത്ത് അയാളുടെ മൈൻഡ് ഉണ്ടാവണം. മൈൻഡ് ഇല്ലാത്ത ശരീരങ്ങളാണ് ഇന്ന് ക്ലാസ് റൂമുകളിൽ, കോളേജുകളിൽ. ഞാൻ ശങ്കര കോളേജിൽ അധ്യാപകനാണ്, കാണിച്ചു തരാം. ഇല്ലെങ്കിൽ മഹാരാജാസ് കോളേജിലേക്ക് ചെന്നാൽ മതി, സുഭാഷ് പാർക്കിൽ കാണാം മറ്റു പല പിള്ളേരെ. സോ നോയിങ്ലി ഓർ അൺനോയിങ്ലി മൈ ചിൽഡ്രൻ ആർ ചീറ്റിംഗ് ദെയർ പാരൻസ്. സ്നേഹപൂർവ്വം പറയുന്നു, സത്യം പറയാൻ ശ്രമിക്കുന്നു. വേദഗ്രന്ഥങ്ങൾ പറയുന്നു സത്യം പറയാൻ. സോ വിശ്വസിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവിശ്വാസി നീ നരകത്തിൽ പതിക്കും. അപ്പോൾ നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം കുട്ടിയെ IAS ആക്കുക, IPS ആക്കുക, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്കുക, അഡ്മിനിസ്ട്രേറ്റർ ആക്കുക, IFS കാരനാക്കുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ആക്കുക, ഏറ്റവും നല്ല ഡിഗ്രി ഹോൾഡർ ആക്കുക. റൈറ്റ്. പക്ഷെ അതിന് വേണ്ടത് ഏറ്റവും നല്ല മൈൻഡും ഏറ്റവും നല്ല ശരീരവും. അപ്പം അതുകൊണ്ടാണ് ഈ പാക്കേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മൈൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ പ്ലേസ് ചെയ്തു. ധൈര്യപൂർവ്വം നോ എന്ന് പറയാൻ കഴിയാത്ത കുട്ടിക്ക് ഇവിടെ വിജയിക്കാൻ പറ്റത്തില്ല. അപ്പം നോ എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടികൾ പറയും, ചിലർ പറയും നോ ഞങ്ങൾ പറയാറുണ്ട്, പഠിയെന്ന് പറയുമ്പോൾ നോ എന്നല്ലേ പറയുക. ഇന്ന് രാത്രി 12 മണി വരെ നീ പഠിക്കണമെന്ന് പറയുമ്പം നോ പപ്പ, ഐ ആം വെരി എന്താ പറയുക അല്ലേ, പല പല റീസൺസാണ് നമ്മൾ പറയുക. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എനിവേ, ഇതിനകത്ത് ഇരിക്കുന്നതിൽ നിന്നും നല്ല സ്മാർട്ടായിട്ടുള്ള 2 ബോയ്സും 2 ഗേൾസും ഒന്ന് പെട്ടെന്ന് മുമ്പോട്ട് വന്നു. ഓക്കെ, ഇനി ഒരു ഗേൾ കൂടെ വേണം. 2 ബോയ്സ് 2 ഗേൾസ്, ഒരു ചെറിയ സൈസുള്ള കുട്ടി. ഒരു ചെറിയ സൈസുള്ള കുട്ടി, സ്മാർട്ട് കുട്ടികളൊന്നും ഇല്ല ഇതിനകത്ത്. ഒരു ഗേൾ കൂടെ വരണം, ഒരു ഗേൾ കൂടെ. ഓക്കെ, ഒരു ചെറിയ സൈസുള്ള കുട്ടി. പെട്ടെന്ന് കമോൺ ക്യുക്ക്, സമയമില്ല, വളരെ മിനിമം ടൈമിൽ മാക്സിമം ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, വരൂ വാ. എന്താണ് പേര്? വിശാൽ. വിശാൽ ഏത് സ്കൂളിൽ പഠിക്കുകയാണ്? വിശാൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th-ലാണ്. വിശാലിന്റെ വീട് എവിടെയാണ്? വിശാലിന്റെ ഫാദർ എന്ത് ചെയ്യുന്നു? വിശാലിന്റെ മദർ എന്ത് ചെയ്യുന്നു? വിശാലിന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? ഓക്കെ, സന്തോഷം. വിശാൽ പ്ലീസ് വരൂ. എന്താണ് മോൻ്റെ പേര്? ടോണി അലക്സിന്റെ വീട് എവിടെയാണ്? ടോണി അലക്സ് ഏത് സ്കൂളിൽ പഠിക്കുന്നു? ടോണി അലക്സ് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 10. ടോണി അലക്സിന്റെ അംബീഷൻ എന്താണ്? ഓക്കെ, എന്താണ് മോൻ്റെ പേര്? കൃഷ്ണാനന്ദ്. കൃഷ്ണാനന്ദ് എവിടെ നിന്ന് വരുന്നു? തൃപ്പൂണിത്തുറ. കൃഷ്ണാനന്ദ് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 12th. എന്താണ് കൃഷ്ണാനന്ദിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? ഓക്കെ, കൃഷ്ണാൻ്റെ ഫാദർ എന്ത് ചെയ്യുന്നു? എക്സൈസിലാണ്. ഓക്കെ, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്? കൃഷ്ണാനന്ദിന് ബ്രദറാണ്. ഓക്കെ, എന്താ മോളുടെ പേര്? ആതിര എവിടെ നിന്ന് വരുന്നു? ആതിര ഏത് സ്കൂളിൽ പഠിക്കുന്നു? ആതിര ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ആതിരയുടെ ഫാദർ എന്ത് ചെയ്യുന്നു? ആതിരയുടെ മദർ എന്ത് ചെയ്യുന്നു? ഓക്കെ, താങ്ക് യു. എന്താ മോളുടെ പേര്? അർപ്പണ. അർപ്പണ മനോഭാവമുള്ള ആളാണോ? അർപ്പണ ആണോ? ഓക്കെ, അർപ്പണ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഓക്കെ, അർപ്പണ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അർപ്പണയുടെ ഫാദർ എന്ത് ചെയ്യുന്നു? അർപ്പണയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? സ്പീച്ച് പാത്തോളജിസ്റ്റ്. ഓക്കെ, പ്ലീസ്. ഈ 5 കുട്ടികളെയും നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, റൈറ്റ്? യെസ് ഓർ നോ? എന്തുകൊണ്ട്? എന്നാൽ നിങ്ങളെ ആരും അറിഞ്ഞില്ല. എന്തുകൊണ്ട് ഈ 5 പേരെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു? കം ഓൺ ടെൽ മീ. അവർ മുന്നോട്ട് വന്നതുകൊണ്ട്. എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ ആരും അറിഞ്ഞില്ല? അവർ മുന്നോട്ട് വരുന്നില്ല. ഈ ഇരിപ്പിൽ നിന്ന് എണീച്ചാൽ മാത്രമേ മക്കളെ നിങ്ങൾ 1ാം സ്ഥാനത്തെത്തൂ, നിങ്ങൾ ഫേമസ് ആവും. സോ എൻ്റെ ഫസ്റ്റ് സജഷൻ തന്നെ ഇതാണ്. നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കില്ല, നമ്മൾ പുറത്തോട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കത്തില്ല, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യം കാണിക്കുന്നില്ല, നമ്മൾ ഈസി ഗോയിങ്ങിൽ എങ്ങനെയെങ്കിലും ജീവിതം തള്ളിവിടാനാണ് ശ്രമിക്കുന്നത്. ഇതാണ് നമ്മുടെ പരാജയത്തിൻ്റെ അടിത്തറ.
അല്ലാതെ കേരളത്തിൽ കഴിവുള്ള കുട്ടികൾ ഇല്ലാത്തതുകൊണ്ടല്ല. എസ്പെഷ്യലി എറണാകുളം ജില്ലയിൽ മിടുക്കർ തന്നെയുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ എറണാകുളം ജില്ലയിൽ ഓരോ വർഷവും 10 സിവിൽ സർവൻസ് ഉണ്ടാകുന്നില്ല, 10 ജഡ്ജികൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ 10 ടോപ്പ് മോസ്റ്റ് പ്രൊഫഷണൽസ് ഉണ്ടാകുന്നില്ല. എന്നാൽ ഡൈവേഴ്സിൽ 1-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു, ഗുണ്ടായുസത്തിൽ 1-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു, മദ്യപാനത്തിൽ 1-ാം സ്ഥാനത്ത് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ ഈവിൾസിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് എത്തുന്നു. എന്നാൽ നല്ല കാര്യങ്ങളായ തമ്പുരാൻ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. എന്താ വേദഗ്രന്ഥങ്ങൾ പറയുന്നത്? നിന്നെ ഞാൻ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് തിന്നാനും കുടിക്കാനും പ്രജനനം നടത്താൻ, ദാറ്റ് മീൻസ് റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി മാത്രമല്ല, മഹത്തരമായ കാര്യങ്ങൾ ചെയ്യാനും ഈ സൊസൈറ്റിക്ക്, ഈ സമൂഹത്തിന് വളരെ വലിയ സേവകനായി മാറാനും വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ തയ്യാറാവുന്നില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ പലരെയും പരിചയപ്പെട്ടു. അർപ്പണ, ഈ കുട്ടിയുടെ പേരെന്താണ്? ഉറച്ചു പറയൂ. അർപ്പണ. ഈ കുട്ടിയുടെ പേരെന്താണ്? വിശാൽ. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ആനന്ദ്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഉറച്ചു പറയൂ, ഉറച്ചു പറയൂ, കേൾക്കാൻ വയ്യ. ഇത് ഈ മോളുടെ പേരെന്താണ്? ആതിര. ആരാ പറഞ്ഞ നിങ്ങൾക്ക് മെമ്മറി പവർ ഇല്ലാന്ന്? ആരാ പറഞ്ഞ നിങ്ങൾക്ക് മെമ്മറി പവർ ഇല്ലാന്ന്? സോ ദിസ് മൈൻഡ് ആൻഡ് മെമ്മറി, മൈൻഡ് ആൻഡ് മെമ്മറി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ മെമ്മറി പവർ ഇവിടെ എങ്ങനെയാ മെമ്മറി പവർ വന്നത്? ഇറ്റ് ഈസ് ബൈ റെപ്പറ്റീഷൻ, പ്രാക്ടീസ്. ഞാൻ പലവരു ഈ കുട്ടിയുടെ പേര് എടുത്തു പറഞ്ഞു, പലവരു നിങ്ങളുടെ ചെവിയിലേക്ക് അത് കേട്ടു. മക്കളെ, വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ 10% മാത്രമേ കയറൂ, അക്കോർഡിംഗ് ടു WHO ആൻഡ് NCERT. വായനയിലൂടെ ഒരു കുട്ടിയുടെ മെമ്മറിയിൽ കയറുന്നത് 10% നോളജ് ഓൺലി. ഞങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ജപ്പാൻ ടെക്നോളജിയാണ്. ഫസ്റ്റ് ബിൽഡ് എ സ്ട്രോങ് ബേസ്മെന്റ് ഇൻ യുവർ മൈൻഡ്. അതിന്റെ മുകളിൽ വേണം ബിൽഡിംഗ് കെട്ടാൻ. എന്നാൽ നമ്മുടെ ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്ന കേരളത്തിലെ ഒരുപിടി രക്ഷകർത്താക്കളും കുട്ടികളും ബേസ്മെന്റ് എന്താണെന്ന് ഓർക്കാതെ അതിന്റെ മുകളിലാണ് ബിൽഡിംഗ് കെട്ടാനായിട്ട് ശ്രമിക്കുന്നത്. ഫസ്റ്റ് യു ബിൽഡ് എ സ്ട്രോങ് ബേസ്മെന്റ്. അതിന്റെ മുകളിൽ നിങ്ങൾ എത്ര നില വേണോ കെട്ടിക്കൊള്ളൂ. അതാണ് അമേരിക്ക തകർത്ത ജപ്പാൻ ഇന്ന് 1-ാം സ്ഥാനത്തായി നിൽക്കുന്നത്. എന്റെ കുട്ടികളായ നിങ്ങളിൽ പലർക്കും XYZ അറിയാം, പക്ഷെ നിങ്ങളിൽ പലർക്കും ABC അറിയില്ല. ദിസ് ഇസ് ദ ട്രൂത്ത്. അപ്രിയങ്ങളാണെങ്കിലും സത്യം സത്യമായി പറയാൻ വേദഗ്രന്ഥങ്ങൾ പറയുന്നു. എന്നോട് ആദ്യം ദേഷ്യം തോന്നാം സത്യം പറയുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പം ഇരട്ടി ഇഷ്ടമാവും. അപ്പൊ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ മുമ്പിലേക്ക് വരണം, നിങ്ങൾ ക്ലാസ്സിൽ മുമ്പിലേക്ക് വരണം, നിങ്ങളുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻ മുമ്പിലേക്ക് വരണം, നിങ്ങളുടെ സൊസൈറ്റിയിൽ മുമ്പിലേക്ക് വരണം, കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം. ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ഒരു മന്ത്രിയാവും, MLA ആവും, അല്ലെങ്കിൽ ഒരു ലീഡറാവും? ഇറ്റ്സ് എ ലീഡർഷിപ്പ് ക്വാളിറ്റി. സോ ഇവിടെ കുറച്ച് പേരുകൾ പറഞ്ഞു. അപർണ, എന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. അപർണയ്ക്ക് മുമ്പിൽ ഞാനൊരു വസ്തു ചേർക്കുന്നു, അപർണയുടെ മുമ്പിൽ ഞാനൊരു വസ്തു ചേർക്കുന്നു, ഡോക്ടർ അപർണ. അപർണയ്ക്ക് ശേഷം ഒരു വസ്തു ചേർക്കുന്നു, IAS, എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ, ജസ്റ്റ് ലൈക്ക് ബീന മാഡം. സോ ഡോക്ടർ അപർണ IAS. You imagine a name board in front of your house? You imagine. സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ. സ്വപ്നം കാണുന്നതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയല്ലേ സ്വപ്നത്തിൽ ചിത്രം കാണിക്കേണ്ട ആവശ്യമില്ല എന്ന്. സ്വപ്നം ചിന്ത കാണും. അമേരിക്കൻ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഹൈ തിങ്കേഴ്സ് ആകുക എന്നുള്ളത്. അത് തന്നെയാണ് നമ്മുടെ സ്നേഹനിധിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത്, സ്വപ്നം കാണുക. പക്ഷെ ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നില്ല. സ്വപ്നം കാണുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മുടെ മക്കൾ അല്ലാതെ തന്നെ സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കറാണ്. ഞാൻ പറയും, നിങ്ങൾ കൂടുതൽ എയിമോടുകൂടി മുമ്പോട്ട് പോവുക, കൂടുതൽ ആഗ്രഹങ്ങൾ വെച്ചിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അപ്പൊ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞത്, ആദ്യം യു ഇമാജിൻ, യു തിങ്ക് അബൌട്ട്. ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ആലോചിക്കൂ. ഡോക്ടർ അപർണ IAS, എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ. എന്തേ മോൾ വിചാരിച്ചാൽ ആകാൻ പറ്റത്തില്ലേ? മോളിപ്പോൾ 10ാം ക്ലാസ്സിലല്ലേ, 12th ഇനി 7 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് IAS അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് വരും. വിൽ എക്സ്പ്ലെയിൻ. അന്ന് ഇവിടെ കളക്ടർ ആവാൻ വേണ്ടി അല്ലെങ്കിൽ IASകാരനാക്കാൻ വേണ്ടി തമ്പുരാൻ അവിടെ നിന്ന് പെട്ടിയിൽ പ്രത്യേകിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടോ? പറ. അവർ കുറച്ച് പേരാണ് അന്ന് IASകാരാകുന്നത്. ആണോ? അല്ല. നിനക്ക് കിട്ടും. എങ്ങനെയാണെങ്കിൽ നിനക്കതിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആഗ്രഹം മനസ്സിനകത്തുണ്ടെങ്കിൽ. സോ യു തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരും.
ഡ്രീം അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് സ്വപ്നം കാണൂ. അല്ലാതെ മമ്മൂട്ടിയുടെ, മോഹൻലാലിന്റെ, ദിലീപിന്റെയും എന്താ പറയുക ഋത്തിക് റോഷന്റെ കൂടെയൊക്കെ സ്വപ്നത്തിൽ പറന്നു നടന്നാൽ നമുക്ക് ഒരിക്കലും ഹൈ അംബീഷ്യസ്, ഹൈ അച്ചീവർ ആവാൻ പറ്റത്തില്ല. നേരത്തെ തിരിച്ച് ബോയ്സിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടു ഫിലിം റിലീസ് ചെയ്തപ്പം നമ്മുടെ മക്കൾ ചെറുപ്പക്കാരായ കുട്ടികൾ റീല് പെട്ടി തലയെ ചുമന്നുകൊണ്ട് ചെണ്ടയും കുട്ടി ഇതുവഴി പോകുന്നു. എല്ലാവരും +2-നും ഡിഗ്രിക്കും പഠിക്കുന്ന കുട്ടികളാണ്. സോ ഹൈ തിങ്കേഴ്സ് ആവുക, IPS IAS ഓഫീസർ. ദെൻ നെക്സ്റ്റ് ഒന്ന് നോക്കിയേ, പേരിന്റെ മുമ്പിലൊന്ന് ആവണമെങ്കിൽ ഡോക്ടറെ ഇപ്പൊ വെക്കാൻ വഴിയുള്ളൂ. ഡോക്ടർ വിശാൽ MBBS MD. ഒന്ന് ഇരിക്കട്ടെ, പോകുന്ന വഴിയിൽ സംഗതിയിൽ ഇരിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ. MBBS MD. ദെൻ ഡോക്ടർ ആനന്ദ് IPS, ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണർ, ജസ്റ്റ് ലൈക്ക് മനോജ് അബ്രഹാം സർ. സോ യു ക്യാൻ. നല്ല ബോഡി തമ്പുരാൻ തന്നിട്ടുണ്ട്, നല്ല കഴിവ് തന്നിട്ടുണ്ട് അല്ലേ? സോ അതിനെ മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം. ഓക്കെ, ദെൻ ബാക്കി ആൾക്കാരിലേക്ക് വരാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ഈ പാർട്ട് ക്ലോസ് ചെയ്യുന്നു. ഈ പറഞ്ഞതിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മെമ്മറി പവറോടുകൂടി പഠിക്കണമെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ചെല്ലൂ. നിങ്ങൾക്ക് ആരാകണമെന്നാണ് ആഗ്രഹം, ഇതുപോലെ ഒരു നെയിം ബോർഡ് വൈറ്റ് പേപ്പറിൽ എഴുതി ബോൾഡ് ബ്ലാക്ക് റെഡോ ലെറ്റർ കൊണ്ട് എഴുതുക. പഠിക്കുന്ന മുറിയിൽ ചെവരിൽ ഒട്ടിച്ചു വെക്കുക. അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് പഠിക്കുക. ഒരു സച്ചിനും വരില്ല, ഒരു ധോണിയും വള്ളവും ബോട്ടും ഒന്നും വരത്തില്ല. സുഖമായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് പഠിക്കാം. മൈൻഡ് പോയാലും മൈൻഡിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയുള്ള സിമ്പിൾ ടെക്നിക്ക്. എൻ്റെ 200ഓളം പിള്ളേർ ട്രിവാൻഡ്രം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജിൽ MBBSന് പഠിക്കുന്നു. ഞാൻ ഓതറുമാണ്, നിങ്ങളിൽ പലർക്കും അറിയാം. ന്യൂ ജ്യോതിയുടെ +1 +2 ബയോളജി ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയോ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടുള്ളവർ കൈയൊടുക്കുകയും. +1 +2 ബയോളജി ന്യൂ ജ്യോതി, റൈസ് യുവർ ഹാൻഡ് പ്ലീസ്. ഓക്കെ, അവിടെ സന്തോഷം. അത് എഴുതിയതാരാണെന്ന് അറിയാമോ? ഞാനാണ് അത് പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതേ പേര് താങ്കളുടെ വീട്ടിൽ ഇരിക്കുന്ന പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കാണും. ഞാനൊരു ബയോളജി ലെക്ചററും കൂടെയാണ്. ഓക്കെ, ന്യൂ ജ്യോതിയുടെ കഴിഞ്ഞ 7 വർഷം കൊണ്ടുള്ള ഹയർ സെക്കൻഡറി +1 +2 ബയോളജി ടെക്സ്റ്റിൻ്റെ ഓതറാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ചാരിറ്റബിളായിട്ട് മെഡിസിൻ്റെ എൻട്രൻസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. 200 സ്റ്റുഡൻസ് കേരളത്തിൽ പല മെഡിക്കൽ കോളേജുകളിലായിട്ട് MBBSന് പഠിക്കുന്നുണ്ട്. ഇതൊന്നും ഞങ്ങളത് വെച്ചിട്ടില്ല. ഞങ്ങളിത് വേറൊരു എയിമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദാറ്റ് മീൻസ് നിങ്ങളെ പ്രോപ്പർ ചാനലിലേക്ക് കൊണ്ടുവരിക, നിങ്ങളെ കഴിവുള്ളവരാക്കി മാറ്റുക. ഇവിടെ ബയോളജി ഒന്നും പഠിപ്പിക്കുന്നില്ല, പക്ഷേ ഒരല്പം ബയോളജിയിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഐഡിയൽ കണ്ടല്ലോ. ഓക്കെ, മോന് ക്ലാസ്സിൽ പഠിക്കുന്നു പറഞ്ഞല്ലോ, എന്നെ ഒന്ന് എടുത്തേ. ഓക്കെ, പൊങ്ങി റെഡി. ദെൻ അതിൽ തന്നെ വാട്ട് ഈസ് മൈൻഡ്, അതിലേക്ക് നമ്മൾ പോവുകയാണ്. മൈൻഡ് ആൻഡ് മെമ്മറി മാനേജ്മെന്റ്. ദ ഫസ്റ്റ് പാർട്ട്, മൈൻഡ്. വാട്ട് ഈസ് മൈൻഡ്? ഇറ്റ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഇന്റലിജൻസ് ഇൻ നോർമൽ ഡയറക്ഷൻ. പല ഡെഫിനിഷൻ പലയിടത്ത് കേൾക്കാൻ പറ്റും. ഇത് എൻ്റേതായിട്ടുള്ള ഒരു പ്രപ്പോസലാണ്. ഇറ്റ്സ് എ മാനേജ്മെന്റ് ഓഫ് ഇന്റലിജൻസ് ഇൻ നോർമൽ ഡയറക്ഷൻ. നമ്മൾ പലരും നോർമൽ ഡയറക്ഷനിൽ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. സോ ഇന്റലിജൻസിനെ, ബുദ്ധിയെ നോർമൽ ഡയറക്ഷനിൽ ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അതിലേക്ക് പോകണമെങ്കിൽ മൈൻഡിനെ 3 തലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദി കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ഇതിൽ ഞാൻ ആദ്യത്തെ 2ലേക്ക് പോവുകയാണ്. കോൺഷ്യസ് മൈൻഡ്. ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻ ബയോളജിക്കൽ സെൻസ് ബ്രെയിൻ ഈസ് ദി സീറ്റ് ഓഫ് മൈൻഡ്. അങ്ങനെ എഴുതിയെങ്കിലേ പുസ്തകം എഴുതിയ പൈസ കിട്ടത്തുള്ളൂ. പക്ഷെ മൈൻഡ് എവിടെ എന്ന് പരിശോധിച്ചുകൊണ്ട് ഒരുപാട് നാൾ കൊണ്ടേ നടക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഒരു കാര്യം മനസ്സിലായി, ഹാർട്ട്, ലിവർ, ലങ്സ്, കിഡ്നി എല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്. ആൻഡ് ഒരു ഡെഡ് ബോഡി ആയിട്ട് ഇവിടെ കിടക്കുകയാണ്. എന്തേ അത് ചലിക്കുന്നില്ല? ഞാനിപ്പോൾ മരിച്ചു കിടക്കുകയാണ്. എൻ്റെ ഹാർട്ടുണ്ട്, ബ്രെയിനുണ്ട്, ലിവറുണ്ട്, കിഡ്നിയുണ്ട്, ബ്ലഡ് ഉണ്ട്, എല്ലാം ആ ബോഡിക്കകത്തുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ബോഡി മൂവ് ചെയ്യുന്നില്ല? സോ ബിഹൈൻഡ് ദാറ്റ് ഓൾ ദീസ് ഓർഗൻസ് there is a power. There is a power, an invisible power. There is a flow of energy. ആ ഫ്ലോ ഓഫ് എനർജിയാണ്, ആ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് നമ്മുടെ ബ്ലഡിനെ പമ്പ് ചെയ്യിക്കാനും ഹാർട്ടിനെ പമ്പ് ചെയ്യിപ്പിക്കാനും നമ്മളെ മൂവ് ചെയ്യിപ്പിക്കാനും നമ്മളിൽ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കാനും കഴിയുന്നത്. ആ ഫ്ലോ ഓഫ് എനർജി
സർ ഐസക് ന്യൂട്ടൺ ഏതെങ്കിലും പുസ്തകം നോക്കി പഠിച്ചിട്ടാണോ ലോ ഓഫ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റികളെല്ലാം പ്രപ്പോസ് ചെയ്തത്? തന്നോ? ആണോ? അല്ല. അദ്ദേഹം കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ എഴുതി വെച്ചപ്പോൾ അതൊരു പുസ്തകമായി അല്ലേ? ഇങ്ങനെ പുസ്തകങ്ങൾ മാത്രം വായിച്ച് കാണാപ്പാഠം പഠിക്കാൻ വേണ്ടിയാണോ നമ്മുടെ ജീവിതം? നോ. ആലോചിക്കുക. അപ്പോൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് സയന്റിസ്റ്റായി മാറാൻ പറ്റും. അപ്പോൾ ആലോചിക്കണമെങ്കിൽ ബ്രെയിനിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ മൈൻഡിനെ കുറിച്ച് നമുക്കൊരല്പം നോക്കാം. കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ മൈൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, മാനേജ്മെന്റ് ഓഫ് ഇന്റലിജൻസ് ഇൻ നോർമൽ ഡയറക്ഷൻ. ഈ മൈൻഡിനെ വേറെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഒബ്ജക്റ്റീവ് മൈൻഡ് ആൻഡ് സബ്ജക്റ്റീവ് മൈൻഡ്. ഒബ്ജക്റ്റീവ് മൈൻഡ് ആൻഡ് സബ്ജക്റ്റീവ് മൈൻഡ്. ഒബ്ജക്റ്റീവ് മൈൻഡിനാണ് രണ്ട് പാർട്ടുകളുള്ളത്. കണ്ടോ? തിയററ്റിക്കൽ സാധനത്തിലേക്ക് ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കയറുമ്പോൾ ഒന്ന് രണ്ട് പേർക്ക് കോട്ടുവ വരുന്നുണ്ട്. കോട്ടുവ മീൻസ് ഈ വാ തുറക്കുന്നു. ഈ വാ തുറക്കുന്നത് ആരുടെയാണ്? ഇന്റലിജൻസിന്റെ വാ തുറക്കാത്ത ആളുടെയാണ് മുഖത്തെ വാ തുറക്കുന്നത്. ബുദ്ധിയുടെ വാ തുറക്കുന്നവന് ഇന്റലിജൻസിന്റെ മൗത്തുണ്ട്. ബുദ്ധി തുറക്കുന്നവന്റെ വാ അടയ്ക്കും. ബുദ്ധി അടഞ്ഞിരിക്കുന്നവന്റെ വാ തുറക്കും. ഇതൊക്കെ 8, 9, 7 പഠിക്കേണ്ടതാണ്. IIT ട്രാക്കിൽ പോകണമെങ്കിൽ 8 തൊട്ട് പഠിക്കണമെന്ന് പറയുന്നത് അതിന് കാരണമാണ്. അതിലേക്ക് ഞാൻ വരാം. സോ ഈ മൗത്ത് ഇനി തുറക്കാതിരിക്കട്ടെ, ബുദ്ധിയുടെ മൗത്ത് തുറക്കട്ടെ. അപ്പോൾ ഒബ്ജക്റ്റീവ് മൈൻഡ് ആൻഡ് സബ്ജക്റ്റീവ് മൈൻഡ്. എല്ലാവരും ഇരിക്കുന്നവരെല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നവരാണ്. ഇത് കുറച്ച് ഹൈ ലെവൽ സാധനമാണ്, പക്ഷെ ഞാൻ ഏറ്റവും സിംപ്ലിഫൈ ചെയ്താണ് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സിംപ്ലിഫൈ ചെയ്തേ ഞാൻ പറയത്തുള്ളൂ. സോ ഒബ്ജക്റ്റീവ് മൈൻഡ് ആൻഡ് സബ്ജക്റ്റീവ് മൈൻഡ്. ഒബ്ജക്റ്റീവ് മൈൻഡിൻ്റെ രണ്ട് പാർട്ടാണ്. ഒന്ന് കോൺഷ്യസ് മൈൻഡും രണ്ട് ഇൻ്റലിജൻസ്. ആൻഡ് ദീസ് 5 സെൻസ് ഓർഗൻസ്, ഈ നമ്മുടെ സെൻസ് ഓർഗൻസ് ആയ കണ്ണ്, ചെവി, ആക്ച്വലി കണ്ണിലൂടെ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഉണ്ടോ? നോ. കണ്ണിലൂടെ നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. എങ്ങനെയാണെങ്കിൽ അകത്ത് മെന്റൽ പ്രോസസ്സിംഗ് നടക്കുന്നില്ല എങ്കിൽ. ഞാൻ ജസ്റ്റ് സാറിനെ കണ്ടു, എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ കാരണം? ഇതാരാ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നത് കണ്ണുകൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. 10th ഐസിൻ്റെയൊക്കെ സ്ട്രക്ചർ പഠിച്ചതല്ലേ? കണ്ണുകൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ? എൻ്റെ കണ്ണിൽ നിന്നൊരു ഒപ്റ്റിക് നെർവ് ബാക്കിലേക്ക് പോയിട്ടുണ്ട്. എവിടെ പോവാ? സെറിബ്രത്തിൽ, ബ്രെയിനിൽ പോയിട്ടുണ്ട്. അവിടെയാണ് മെന്റൽ പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പൊ ദീസ് സെൻസ് ഓർഗൻസ് ആർ ദി ഗേറ്റ് വേസ് ഫോർ ദി മെയിൻ സ്ട്രീം. ആണല്ലോ. ആ, അപ്പൊ നമ്മൾ വേണ്ടത് അകത്തേക്ക് എടുക്കുന്നില്ല, വേണ്ടാത്ത കാര്യം അകത്തേക്ക് എടുക്കും. ഇപ്പൊ മെന്റൽ പ്രോസസ്സിംഗ് നടത്താൻ വേണ്ടി അകത്തേക്ക് എടുക്കേണ്ടത് ഏതാണെന്ന് തീരുമാനിക്കണം. ഇത് പറയാൻ കാരണം ഇനി ഒരുപാട് ഡിഗ്രികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് ഈ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ പോരാ. അതിനാണ് ഈ ഇൻട്രൊഡക്ഷറി പാർട്ട്. യു ഹാവ് അനദർ ഐസ് ഇൻ യുവർ ബോഡി. All of you sit right, please. Sit right. Sit right. Okay. Take a long breath. Take a long breath. Maximum ഒരു ഓക്സിജൻ അകത്തേക്ക് എടുത്തേ. It's a breathing technique. Keep the air inside your lungs for 2 seconds and release slowly. ഞാൻ ഡെമോ കാണിച്ചു തരാം. പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അരമണിക്കൂർ ഇടവിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും ക്ഷീണം ഉണ്ടാവത്തേയില്ല. മാക്സിമം പുറത്തേക്ക് കളയുക. എന്തിനാ മാക്സിമം പുറത്തേക്ക് കളയുക? ഇറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ കെട്ടിക്കിടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ബോഡിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ക്ഷീണം ഉണ്ടാകുന്നതിൻ്റെ മറ്റൊരു കാരണം. കണ്ടിന്യൂസ് ആയി പഠിക്കാൻ കഴിയാത്ത കുട്ടിക്ക് ഒരിക്കലും ടോപ്പിക്സ് കൃത്യമായി തീർക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു ഹൈ അച്ചീവർ ആവാനും പറ്റത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക തന്നെ വേണം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ കണ്ടിന്യൂസ് ആയിട്ടല്ല. ഒരു സബ്ജക്റ്റ് എടുക്കുക, 1 മണിക്കൂർ നേരം പഠിച്ചു കഴിഞ്ഞാൽ എണീച്ചു പോയി ഫ്രഷായി ഒരു പുതിയ ആളായി തിരിച്ചു വരിക. ദെൻ ടേക്ക് അനദർ സബ്ജക്റ്റ് ഇൻ ഫ്രഷ് മൂഡ്. അങ്ങനെ പാക്കേജ് ആയിട്ട് എടുക്കണം. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ലോങ് ബ്രീത്തിങ് എക്സർസൈസും കൂടെ ചെയ്യണം. എന്തിനു വേണ്ടി? മാക്സിമം എമൗണ്ട് ഓഫ് ഫ്രഷ് ഓക്സിജൻ അകത്തേക്ക് കൊടുക്കാൻ. നമ്മുടെ ബ്ലഡിൻ്റെ ലവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിന് ലവ് ആരോടാണ് ഏറ്റവും കൂടുതൽ അറിയാമോ? ആരോടാ? ഓക്സിജനോടാണ്? കാർബൺ മോണോക്സൈഡിനോടാണ്? കാർബൺ മോണോക്സൈഡിനോടാണ്. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ ഡേഞ്ചറസ് ആണ്. എത്ര ടൈംസ് ആണ്? 200 ടൈംസ്.
ഓക്സിജനോടുള്ള ലവിൻ്റെ 200 ടൈംസ് ലവ് ആണ് കാർബൺ മോണോക്സൈഡിനോടും ദെൻ അത് കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡിനോടും. ഇതാണ് നമ്മുടെ ബോഡി ക്ഷീണിച്ചു പോകുന്നതിന് കാരണം. അപ്പോൾ ഇതിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം ഓക്സിജൻ കൊടുക്കണം. ഓക്കെ, വൺസ് അഗൈൻ പ്ലീസ്. കീപ് ദി എയർ ഇൻസൈഡ് യുവർ ലങ്സ് for 2 seconds, 3 seconds, 4 seconds, 5 seconds. Exhale slowly, slowly, slowly. Once again, please. Keep there. 2 seconds, 3 seconds, 4 seconds, 5 seconds. Exhale. Once again, please. Then in students, slowly close your eyes and ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക, ഞാൻ പറയുന്നത് കാണാൻ ശ്രമിക്കുക. Students, ഞാൻ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക, ഞാൻ പറയുന്നത് കാണാനായി ശ്രമിക്കുക. നൗ യു ആർ ഇൻ യുവർ ഹോം. ഞാൻ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസ്, അമ്മ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അനിയത്തി തൊട്ടിലിൽ കിടക്കുന്നു. അനിയൻ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊട്ടിലിൽ കിടക്കുന്ന അനിയത്തി കരയുകയാണ്. അമ്മ കിച്ചണിൽ നിന്ന് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. അനിയൻ കയ്യിലൊരു റോസാ പുഷ്പവുമായി അനിയത്തിയുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. അച്ഛൻ പറമ്പിൽ നിന്ന് കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. അമ്മ കുട്ടിയെ വാരിയെടുക്കുന്നു. അനിയത്തിയുടെ കരച്ചിൽ നിൽക്കുന്നില്ല. അനിയൻ കയ്യിലിരിക്കുന്ന റോസാ പുഷ്പം അനിയത്തിയുടെ കയ്യിൽ കൊടുക്കുന്നു. അവൾ പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കുന്നു. അതെന്തോ ശബ്ദം കേൾക്കുന്നു. റൂഫ് ഇടിയുകയാണ്, വീട് ഇടിയുകയാണ്. In a fraction of a second, വീട് കൊളാപ്സ്, ഭൂമി കുലുക്കം. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ബ്രദർ സിസ്റ്റർ. ഓപ്പൺ യുവർ ഐസ് പ്ലീസ്. This is the reality and this will be the reality. This will happen in future. പലയിടത്തും നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് എൻ്റെ ലക്ഷ്യം രണ്ടാണ്. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പാരൻസിനെയും അനിയനെയും അനിയത്തെയും കണ്ടു. So you have another eyes inside your brain. നിങ്ങളുടെ തലയ്ക്കകത്ത്, നിങ്ങളുടെ ശരീരത്തിനകത്ത് മറ്റൊരു കണ്ണുണ്ട്. That is the third eye. Develop the third eye in full force. And the second one, നിങ്ങളിൽ പലരും ഇന്ന് അറിയപ്പെടുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലാണ്. Tomorrow your father will die. നാളെ അച്ഛൻ മരിക്കുമെന്ന് പറഞ്ഞാൽ നാളെ തിങ്കളാഴ്ച അച്ഛൻ മരിക്കും, ഞായറാഴ്ച അച്ഛൻ മരിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. In future അച്ഛൻ മരിക്കും. And next mother. And the day after tomorrow you will be alone in this planet. ഈ ഭൂമിയിൽ നീ ഒറ്റയ്ക്കാവും. അന്ന് നേരത്തെ കാണിച്ചതുപോലെ നീ IAS കാരനോ IPS കാരനോ അല്ലെങ്കിൽ ഒരു ടോപ്പ് മോസ്റ്റ് പ്രൊഫഷണലോ നിന്റെ പേരിൻ്റെ മുമ്പിലും പുറകിലും ഡിഗ്രികളും നീ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന വിധത്തിൽ ഒരാളായില്ല എങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഈ സമൂഹം നിന്നെ കല്ലെറിയും, നിന്നെ റേപ്പ് ചെയ്യും, നിന്നെ പീഡിപ്പിക്കുന്നതിന് ഒരു കണക്കും ഉണ്ടാകില്ല നീ എന്തെങ്കിലും ആയില്ല എങ്കിൽ. ഇന്ന് നീ സേഫായിട്ടിരിക്കുന്നതിൻ്റെ കാരണം യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ യുവർ പാരൻസ്, റൈറ്റ്? നമ്മുടെ കുട്ടികളുടെ വിചാരം അവരുടെ മരണം വരെ അച്ഛനും അമ്മയും അവർക്കെല്ലാം ചെയ്തു കൊടുക്കുമെന്നുള്ള ചിന്തയാണ്. അതില്ലാതാക്കുക എന്നുള്ളതാണ് ഈ ടെക്നിക്കിലൂടെ ഞാൻ ശ്രമിച്ച ഒരു ചെറിയ പ്രവർത്തനം. നിങ്ങൾ എന്തെങ്കിലും ആയാലേ ഭാവിയിൽ നിങ്ങൾ വിജയിക്കും. രണ്ട്, അതിനുവേണ്ടി ഡെവലപ്പ് ദി ഇന്നർ ഐസ്. എന്ത് കാര്യം ഫ്രണ്ടുകൾ പറയുമ്പോഴും ചാരായം കുടിക്കാം, കൂട്ടുകൂടാം, കമ്പനി കൂടാം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ ഡെവലപ്പ് യുവർ തേർഡ് ഐ ആൻഡ് വ്യൂ ഓർ വാച്ച് ഓൾ ദി തിങ്സ് ബൈ യൂസിങ് ദിസ് തേർഡ് ഐ. ആൻഡ് തേർഡ് ഐയെ പറയുന്ന മറ്റൊരു പേരാണ് ഹൈ പവർ ഇൻ്റലിജൻസ്, ബുദ്ധി. ബുദ്ധി ഉപയോഗിച്ച്, ബുദ്ധിയുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും തെറ്റുകൾ പറ്റത്തില്ല. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, പലയിടത്തും എക്സിബിഷൻസ് നടക്കുന്നുണ്ട്, പലയിടത്തും കരിയർ ഗൈഡൻസിൻ്റെ പേരും മിസ്ലീഡ് ചെയ്യപ്പെടുന്നു. ഈ പേര് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിൻ്റെ പേരും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം കുട്ടികളെ 17 ലക്ഷം 16 ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കോഴ്സുകൾക്കും ഓരോ ക്യാൻവാസ് പിടിച്ച് MBBS 20 ലക്ഷം പാക്കേജ് ഉണ്ട്, 15 ലക്ഷം ഉണ്ട്, 10 ലക്ഷം ഉണ്ട്. വീടും പറമ്പും പെരേഡും വിറ്റ് വരെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അനാഥമായി നടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ചൈനയിൽ MBBS പഠിക്കാൻ പോയ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ട്രിവാൻഡ്രത്ത് ഒരു പാർട്ടിയുടെ വീടും പെരേഡും അവരിപ്പോൾ വിറ്റ് കഴിഞ്ഞു. പക്ഷെ പഠിച്ചിട്ട് ഇവിടെ വന്നാൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അതിന് റെക്കഗ്നിഷൻ കൊടുത്തിട്ടില്ല. ഈ കുട്ടിയുടെ ഫ്യൂച്ചർ എന്താവും? അപ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. യൂസ് യുവർ ഇന്നർ ഐസ്. ഇനിയുള്ള കാലത്ത് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐ
ബ്രില്യൻസ്, ഇൻ്റലിജൻസിൻ്റെ കണ്ണ് തുറന്ന് കാര്യങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പരസ്യക്കാരുടെ നിയന്ത്രണത്തിലാണ്. ഇന്ന് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കല്യാണ സിൽക്സും മലബാർ സിൽക്സും അല്ലെങ്കിൽ മലബാർ ഗോൾഡുകളും തീരുമാനിക്കുന്ന കണക്കാണ്. ഇന്ന് നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ഉടുക്കണം, എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളതിൻ്റെ 90% ഡിസിഷൻ എടുക്കുന്നതും സൊസൈറ്റിയിലെ പരസ്യ കമ്പനിക്കാരാണ്. നമ്മൾ വെറും കരുക്കൾ മാത്രം. അവർ നീക്കുന്നു, നമ്മൾ ചലിക്കുന്നു. എങ്ങനെ നമ്മുടെ മക്കൾ ടോപ്പ് മോസ്റ്റ് പ്രൊഫഷണൽസ് ആകും? സോ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഹൈ പവർ മെൻ്റൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്താലേ വിജയിക്കാൻ പറ്റും. ആർ യു എഗ്രി ദാറ്റ് ഓർ നോട്ട്? യെസ് ഓർ നോ? ഫ്രം ദി ഹാർട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കെങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു കോൺഷ്യസ് മൈൻഡിൻ്റെ പാർട്ട്, കോൺഷ്യസ് മൈൻഡ്. ആ കോൺഷ്യസ് മൈൻഡ് വരുന്ന ആ ഒബ്ജക്റ്റീവ് മൈൻഡ്, ആ ഒബ്ജക്റ്റീവ് മൈൻഡിൻ്റെ 2 പാർട്ടാണ് കോൺഷ്യസ് മൈൻഡ്, ഇൻ്റലിജൻസ്. ഒബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റീവ് വേൾഡിനെ കാണുന്ന മൈൻഡാണ് ഒബ്ജക്റ്റീവ് മൈൻഡ്. ഞാൻ മാഡത്തിനെ കണ്ടു, ഞാൻ സാറിനെ കണ്ടു, മോളെ കണ്ടു, ആ കൊള്ളാം, ഇതാണ് ഒബ്ജക്റ്റീവ് മൈൻഡ്. സി, പക്ഷെ ഈ ഒബ്ജക്റ്റീവ് മൈൻഡിൽ നിന്നും വ്യൂസിനെ അടുത്ത് എങ്ങോട്ട് അയച്ചു കൊടുക്കണം? ദെൻ ദി സെക്കൻഡ് പാർട്ട് സബ്ജക്റ്റീവ് മൈൻഡ്. സബ്ജക്റ്റീവ് മൈൻഡിൽ പ്രോസസ്സിങ്ങിന് അയച്ചു കൊടുക്കണം. അവിടെയാണ് പ്രോസസ്സ് നടക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞു? അത് നല്ല ചുരിദാർ ഇട്ടിരിക്കുന്നതുകൊണ്ട് കൊള്ളാമെന്ന് പറഞ്ഞു, നല്ല പാൻസ് ഇട്ടിരിക്കുന്നതുകൊണ്ടും നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ടും എന്നും ഞാൻ കോളേജിൽ കാണും. മുമ്പൊരു പെൺകുട്ടിക്ക് പറ്റിയ ഓരോ ദിവസവും പയ്യൻ പല പല ബൈക്കുകളിൽ വരുന്നു. അപ്പോൾ കുട്ടി എന്ത് വിചാരിച്ചു? കൊള്ളാം, നല്ല പണമുള്ള വീട്ടിൽ നിന്നാണ്, അപ്പോൾ ഇതിനോടൊപ്പം പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാം. അങ്ങനെ എന്തായി? ഇന്നത്തുള്ള സംഭവം ലൈനും ട്രാക്കും കമ്പനിയൊക്കെ. കുട്ടിയെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, മോളെ യു ആർ ഇൻ മായ എന്ന് ഞങ്ങൾ സാധാ ലോകത്തിൽ പറയും, സന്യാസി ജീവിതമായതുകൊണ്ട് മായ എന്ന് പറയും. ദാറ്റ് ഈസ് ഇൻ ഇല്യൂഷൻ. എതിലാണ് എന്ന് പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി വന്ന് സമ്മതിച്ചു, ശരിയാണ് സാർ, എനിക്ക് അക്കിടി പറ്റി. എന്താ സംഭവം? പയ്യൻ വർക്ക്ഷോപ്പിലെ മെക്കാനിക്ക് ചെറുക്കനായിരുന്നു. ഓരോ ദിവസവും ബൈക്ക് നന്നാക്കാൻ കൊണ്ട് കൊടുക്കുന്നിടത്ത് നിന്ന് അവൻ രാവിലെ കോളേജിൽ വരുമ്പോൾ ഇതും എടുത്തുകൊണ്ടിഞ്ഞ് പോരും, ഇടയ്ക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഡെയിലി ചേട്ടൻ പുതിയ പുതിയ ബൈക്കിലല്ലേ വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് വേൾഡിൽ നിങ്ങൾ കാണുന്നത് ഈ എക്സിബിഷനുകൾക്ക് പോകുമ്പോൾ, ഈ പല പല കരിയർ ഗൈഡൻസുകൾക്ക് നിങ്ങൾ പോകുമ്പോൾ, അല്ലെങ്കിൽ കോഴ്സ് ഓപ്ഷൻസിന് നിങ്ങൾ പോകുമ്പോൾ ഈ ഒബ്ജക്റ്റീവ് മൈൻഡ് കൊണ്ട് കണ്ട് വിശ്വസിച്ചിട്ട് വരരുത്. സബ്ജക്റ്റീവ് മൈൻഡിലേക്ക് കൊടുക്കുക, മെൻ്റൽ പ്രോസസ്സിങ് കൊടുക്കുക. കൊടുക്കുമ്പോൾ 3-4 ചോദ്യങ്ങളിലൂടെ ചോദിക്കുക അതിനോട്, ഇത് നല്ലതാണോ ചീത്തയാണോ? ഞാൻ അടുത്തേക്ക് പോകുന്ന ഡിഗ്രികളെ കുറിച്ചാണ് തുടക്കത്തിൽ പറയുന്നത്. ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? ഇതിനെന്തെങ്കിലും ഫ്യൂച്ചർ സ്കോപ്പ് ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഗുഡ് ഓർ ബാഡ് ഓർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നല്ലതാണോ ചീത്തയാണോ? ദെൻ യു വിൽ ഗെറ്റ് ആൻ ആൻസർ. കിട്ടുമല്ലോ, ഒരു ആൻസർ കിട്ടും, യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഞാൻ കൊടുത്തത് പൈലറ്റാണ്. ഞാൻ കൊടുത്തത് പൈലറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പൈലറ്റ്. നല്ല രസമല്ലേ? ക്യാപ്പൊക്കെ വെച്ച് ഇതൊക്കെ വെച്ച് നല്ല ഇന്ത്യൻ എയർലൈൻസിലൊക്കെ പൈലറ്റായിട്ടൊക്കെ വന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമില്ലേ? അല്ലേ? എന്താ സ്റ്റൈല്? പിന്നെ എയർ ഹോസ്റ്റസ് ആയ സുന്ദരികൾ പുറകോശത്ത് അല്ലേ? ഇങ്ങനെ അടിപൊളി സ്റ്റൈലായിട്ട് ഇങ്ങനെ വരാം. ഞാൻ പഠിക്കുന്ന സമയത്താണ് 20-ാം നൂറ്റാണ്ട് മോഹൻലാലിൻ്റെ എന്തോ സിനിമയൊക്കെ വന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് പൈലറ്റ് ആയേ പറ്റൂ. പോസിറ്റീവാണ്, നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, എല്ലാം കൊള്ളാം. ഓരോ ദിവസവും ഓരോരുത്തും 5 സ്റ്റാർ ഹോട്ടലിലല്ലേ ഡിന്നറൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ ചെന്ന് എൻ്റെ അമ്മയടുത്ത് പറയാനായിട്ട് ചെന്നു. പക്ഷെ അമ്മയടുത്ത് പറഞ്ഞില്ല. കാരണം എനിക്ക് ഫാദറില്ല, അച്ഛനില്ല, ഞാൻ ഒരു ഓർഫണാണ്. എനിക്ക് എൻ്റെ ഒരു പാവം അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മ വളരെ കഷ്ടപ്പെട്ട ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റാണ്, ഗവൺമെൻറ് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. അമ്മയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എന്നെക്കൊണ്ട് 20 lakhs പറ്റുമോ? പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നു പുതിയ ഓഫർ. 12 ലക്ഷമായിട്ട് ഒരിടത്തു നിന്ന് കിട്ടിയ പേപ്പറാണ്, കാണിച്ചു തരാം ഞാനത് പറയുമ്പോൾ. അന്ന് 20 lakhs, അന്ന് 20 lakhs ആയില്ല, അന്ന് 8 ലക്ഷമോ 6 ലക്ഷമോ എങ്ങാണ്ടേ ഉള്ളൂ. എനിവേ 5 lakhs അല്ലെങ്കിൽ 8 ലക്ഷം ആയിക്കോട്ടെ, 8 lakhs അല്ലെങ്കിൽ 10 lakhs ആയിക്കോട്ടെ. രണ്ടാമത്തെ ചിന്ത എനിക്കിത് പറ്റും, എൻ്റെ അമ്മ നേരെ ചോയൊരു സാരി ഉടുത്തിട്ടില്ല, എൻ്റെ അമ്മ നേരെ ചോയൊരു മുണ്ടുടുത്തിട്ടില്ല, എൻ്റെ അമ്മ നേരെ ചോയൊരു ആഹാരം കഴിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങളാരെങ്കിലും നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെയെങ്കിലും? നിങ്ങൾക്ക് പലർക്കും കാര്യങ്ങൾ ചെയ്തു തരാൻ വിധിക്കപ്പെട്ട വെറും ഒരു മെഷീൻ, ഒരു ഫാക്ടറി. ഇതല്ലേ അച്ഛനും അമ്മയും? അവർക്കൊരു മനസ്സില്ല, അവർക്കൊരു ജീവിതമില്ല, അല്ലേ? നമ്മളത് ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, വല്ലപ്പോഴും കൂടി സ്വന്തം അമ്മയുടെ അച്ഛൻ്റെയും പാരൻസിൻ്റെ മൈൻഡ് എന്താണെന്ന് മനസ്സിലാക്കുക. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുക. ഒരു സെക്കൻഡ് അവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക. ഞാനപ്പോൾ എൻ്റെ ചിന്തിച്ചതേ ഉള്ളൂ, എൻ്റെ ഈ പാവ അമ്മ വിചാരിച്ചാൽ ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്താവാൻ പറ്റത്തില്ല? പൈലറ്റ് ആവാൻ പറ്റത്തില്ല, ലക്ഷങ്ങളില്ല. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേ ഉള്ളൂ, ഇതെനിക്ക് പറ്റുമോ ഇല്ലയോ?
ഇതിൽ ഞാൻ ഇറങ്ങണമോ വേണ്ടേ? ദെൻ ഒരു ആൻസർ കിട്ടും. അത് നിങ്ങൾ ഓരോരുത്തരുടെ എബിലിറ്റി അനുസരിച്ചുള്ള ആൻസർ. ഞാൻ പറഞ്ഞല്ലോ, അത് തീരുമാനം നിങ്ങളുടേതാണ്. ഞങ്ങൾക്ക് തീരുമാനിപ്പിക്കുക, അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയൊന്നും. ഇത്രയേ ഉള്ളൂ. അതിൽ നിന്ന് തിരിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. മനസ്സിലായല്ലോ? ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടം വരെ എത്തിയത് ഈശ്വരൻ്റെ അനുഗ്രഹവും എക്സ്ട്രാ ഓർഡിനറി ഹാർഡ് വർക്ക്. അത്രയേ ഉള്ളൂ. അപ്പോൾ വേണ്ടത് കിട്ടുന്ന ഒബ്ജക്റ്റീവ് മൈൻഡിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് സബ്ജക്റ്റീവ് മൈൻഡിലേക്ക് അയക്കുക. അവിടെ മെൻ്റൽ പ്രോസസ്സിങ് നടത്തുക. ആ മെൻ്റൽ പ്രോസസ്സിങ്ങിന് ഈ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിയും. സി, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എൻ്റെ പേരിനോട് ഇപ്പോൾ ഇരിക്കുന്ന ഇത്രയും ഡിഗ്രികൾ എടുത്തത്. ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെയും ഒന്നുമില്ലായ്മയും. ലേമാനെ പോലെ ഇവിടെയാണ് എനിക്ക് ഒരു കാര്യം പറയേണ്ടത്. എ ലേമാൻ ക്യാൻ യൂസ് ഓൺലി 1% ഓഫ് മെൻ്റൽ പവർ, ഇൻ്റലിജൻസ്. ഒരു ലേമാന് ഒരു 1% ഇൻ്റലിജൻസ് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ദി സെക്കൻഡ് വൺ, ഒരു ഇൻ്റലിജൻറ്റ് പേഴ്സൺ ആണ് നിങ്ങളെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ആകെ ഇൻ്റലിജൻസ് 3% മാത്രമാണ്. വെറും 3% ഇൻ്റലിജൻസ് മാത്രമേ ഒരു നോർമൽ ഓർഡിനറി ഇൻ്റലിജൻസ് പേഴ്സൺ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ നിങ്ങളൊരു റിസർച്ചറാണ്, ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു ഡോക്ടറാണ്, അങ്ങനെ ഒരു ഹൈ റിസർച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ 10% ഇൻ്റലിജൻസ് നിങ്ങളുടെ തലയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന അതല്ല. ബാക്കി 90% വീണ്ടും അൺയൂസ്ഡ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. അൺയൂസ്ഡ് ഓർ മിസ്മാനേജ്ഡ്. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അത് പക്ഷേ മിസ്മാനേജ് ചെയ്യപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ 10% സ്ഥാനത്ത് ഒരു 20%, 15% ആക്കിക്കൂടാ? പറ. ഒന്നുമില്ലാത്ത എനിക്ക് മാറ്റിക്കോളൂ. ഒന്നുമില്ലാത്ത എനിക്ക് വെറും ആവറേജ്, ബിലോ ആവറേജ് ഫാമിലികളിൽ നിന്ന് ഇത്ര എത്തി. എനിക്ക് എൻ്റെ ഇമേജ് ഒന്നും പോകത്തൊന്നുമില്ല, സത്യം പറയുന്നത്. കാരണം അത് ഈശ്വരൻ തന്നാണ്. പറയുന്നത് സത്യമായിരിക്കണമെന്നുള്ളൂ. ഒന്നുമില്ലായ്മ ഈ സാധനങ്ങളിൽ നിന്ന് ഇവിടം വരെ എത്തിയത് എത്രയോ രൂപ ചിലവാക്കിയിട്ടാണ്. ക്യാഷ് ചിലവാക്കാതെ ഒന്നും എത്തത്തില്ല എന്നറിയാമല്ലോ. അതുപോലെ ഞാൻ ഫോർവേഡ് കാസ്റ്റാണ് SLC ബുക്കിനകത്ത്. ബാക്ക്വേർഡ് വല്ലതും വെച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ഫീസ് കൂടെ കൊടുക്കേണ്ടി വരില്ലായിരുന്നു. എനിവേ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. സോഷ്യൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ 90%ഓളം ഇൻ്റലിജൻസ് ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ബ്രെയിൻ യൂസ് ചെയ്യണം. ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു വിൽ ബിക്കം ഫേമസ്. നിങ്ങൾ പ്രശസ്തരാകും, ലോകം അറിയപ്പെടുന്ന വ്യക്തിയാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ന്യൂട്ടൻ്റെ കാര്യവും ഐൻസ്റ്റീൻ്റെ കാര്യവും അലക്സാണ്ടർ ഫ്ലമിങ്ങിൻ്റെ കാര്യവും സയൻറ്റിസ്റ്റുമാരുടെ മുഴുവൻ കാര്യങ്ങൾ, മൊത്തം സയൻറ്റിസ്റ്റുമാരുടെ പേരെടുത്തോളൂ. അതിനകത്ത് ഒരു പെൺകുട്ടിയുടെ പേരല്ലേ പറയാൻ പറ്റൂ? ഒന്നിലധികം പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റുമോ? സയൻറ്റിസ്റ്റുമാരുടെ പട്ടികയുടെ പേരെടുത്താൽ ഞാൻ പറയുന്നു ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ പേരെ പറയാൻ പറ്റുന്നു. ബാക്കി 99% പുരുഷന്മാരുടെയാണ്. ആരാ ഈ ഒരു പെൺകുട്ടി? മേരി ക്യൂറി. അതെല്ലാവർക്കും അറിയാം. ബാക്കി 99% ആണുങ്ങളാണ്, അല്ലേ? എന്തേ? ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പെൺകുട്ടികൾ കയറി വരുന്നില്ല. അവരുടെ ഇൻ്റലിജൻസ് പലപ്പോഴും നല്ല പ്രോപ്പർ ചാനലിൽ സഞ്ചരിക്കുന്നില്ല എന്നാണ് മൈൻഡ് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് ഫീൽഡുകളിൽ പറയുന്നത്. അതാണ് IIT എൻട്രൻസ് ടെസ്റ്റും MBBS മെഡിസിൻ്റെയൊക്കെ എൻട്രൻസ് ടെസ്റ്റുകൾ വരുമ്പോൾ പലപ്പോഴും ആദ്യത്തെ ഫീൽഡിൽ നിൽക്കുന്നത് ഈ അടുത്ത കാലം വരെ ആൺകുട്ടികളായിരുന്നു. ഇപ്പോൾ പെൺകുട്ടികൾ കുറേ പേര് കയറി വരുന്നുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസിലും പെൺകുട്ടികൾ കയറി വരുന്നുണ്ട്. പക്ഷേ പെൺകുട്ടികൾ അവരുടെ ഇൻ്റലിജൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നാണ് കണ്ടുപിടിക്കുന്നത്. അവരുടെ എന്നാ പറയാം, വീട്ടിലേക്കൊരു ആഹാരം വെക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു നല്ല മീൻകറി വെക്കാൻ പോയാൽ അമ്മ വെച്ചാലേ ബെസ്റ്റ് ആവും, അച്ഛൻ വെച്ചാൽ ബെസ്റ്റ് ആവുന്നില്ല. എന്തുകൊണ്ട്? അതിൽ ഇൻ്റലിജൻസിൽ അമ്മ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് പബ്ലിക് കാര്യങ്ങളിൽ പെൺകുട്ടികളുടെ ബ്രെയിൻ കുറേ കൂടെ ഡെവലപ്പ് ചെയ്യണം, കുറേ കൂടെ യൂസ് ചെയ്യണം. പല പെൺകുട്ടികളും ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്യൂഷൻ അല്ലെങ്കിൽ മേക്കപ്പ് അല്ലെങ്കിൽ മായയുടെ വേൾഡിലൂടെയാണ് കൂടുതൽ സഞ്ചരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഇതിലേക്ക് എത്തിയത്. അവർ മേക്കപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ പഠന കാര്യങ്ങളിലെ ഇമ്പോർട്ടൻസ് കുറച്ച് കുറഞ്ഞു പോകുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് പഠനത്തിലേക്ക് കൊടുത്താൽ പെൺകുട്ടികൾ കൂടുതൽ പേർ കയറി വരും. പെൺകുട്ടികൾ കൂടുതൽ സമൂഹത്തിലേക്ക് വരുമ്പോൾ സൊസൈറ്റി കുറേ കൂടെ ഡെവലപ്പ് ചെയ്യും എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടത് നമ്മുടെ പ്രോപ്പർ മൈൻഡ് സ്ട്രെങ്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ദെൻ മൈൻഡ് പവർ. ഈ മൈൻഡ് പവറിനെ നമുക്ക് 3 ആക്കാം. ഫസ്റ്റ്, യു അണ്ടർസ്റ്റാൻഡ് യുവർ മൈൻഡ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യൂ. ഞാൻ പേടി ഉള്ള മൈൻഡാണോ, അല്ലെ എന്നെ കൊണ്ട് പറ്റൂ, ഞാൻ എന്താണ്, അത് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ.
എനിക്ക് മോനെയല്ലേ അറിയാൻ പറ്റൂ? മോൻ്റെ അകത്ത് മൈൻഡിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എനിക്ക് പറയാൻ പറ്റുമോ? എന്നാൽ പറയാൻ പറ്റും. എനിക്ക് പറയാൻ പറ്റില്ല. ഹൈ പവർ മെൻ്റൽ കോൺസെൻട്രേഷൻ മെഡിറ്റേഷൻ പവറുള്ള ഒരാളിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ മൈൻഡിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ കഴിയുമെന്നാണ്. ലോ മെൻ്റൽ വേവ് കൂടെ വെച്ചുകൊണ്ട് അത് കൃത്യമായി വായിക്കാൻ കഴിയുമെന്ന് പറയുന്നു. അതൊക്കെയാണ് പത്രങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഒട്ടിച്ചു വെച്ചേക്കുന്ന കവറിനകത്ത് എഴുതിയിരിക്കുന്ന വായിക്കുന്നു എന്നൊക്കെ പറയില്ലേ? മാജിക് ഒന്നുമല്ല. ദിസ് ഈസ് ദി ഹൈ പവർ മെഡിറ്റേഷൻ പവറാണ്. മെഡിറ്റേഷൻ്റെ പവർ കൊണ്ട് പല പല രോഗങ്ങൾ ഹീൽ ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ മറ്റൊരെണ്ണമാണ് എൻഷ്യൂർ യുവർ മൈൻഡ് ആൻഡ് ബോഡി, ക്യൂർ മൈൻഡ് ആൻഡ് ബോഡി മെഡിസിൻ. ഇദ്ദേഹം ക്യാൻസർ വന്ന ഒരു വ്യക്തിയാണ്. ബോഡിയും ലിവറും ഒക്കെ ക്യാൻസർ വന്ന് മരിച്ചു പോകുമെന്ന് റിപ്പോർട്ട് ചെയ്താണ്. ഇന്ന് ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനറാണ്. ഞാൻ കഴിഞ്ഞ മാസം ഡൽഹിയിൽ പോയി പഠിച്ചതാണ് ഈ കാര്യങ്ങൾ. അതാ ഞാൻ പറഞ്ഞ 3 മണിക്കൂറിനുണ്ട്, സമയമില്ല. ഈ ചന്ദ്രശേഖരൻ ഇദ്ദേഹം മൈൻഡ് പവർ ആൻഡ് മെൻ്റൽ പവർ മെഡിറ്റേഷൻ പവറിലൂടെ അദ്ദേഹത്തിൻ്റെ ഹെപ്പറ്റൈറ്റിസ് ബി, ദെൻ ലിവർ ക്യാൻസർ, കംപ്ലീറ്റ് രോഗങ്ങളും മാറ്റിയെടുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുള്ള ഒരു ബുക്കുണ്ട്. അതിലൂടെയാണ് ഞാൻ ഈ സഞ്ചരിച്ചത്. അതാണ് കുറച്ച് പറയാനായിട്ട് ശ്രമിച്ചത്. നമ്മൾ കഴിക്കുന്ന ഈവൻ വൈറ്റമിൻ ടാബ്ലറ്റ്സ് പോലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പോൾ ആ പവർഫുൾ മൈൻഡ് എത്തണമെങ്കിൽ ട്രാൻസ്ഫോംഡ് മൈൻഡ്, നിങ്ങളുടെ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യുക. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് ട്രാൻസെൻഡ് ദി മൈൻഡ്. ദെൻ അവിടെ നിന്നുകൊണ്ട് മൈൻഡിനെ ഉയർത്തണം. മൈൻഡിനെ ഉയർത്താന്ന് പറഞ്ഞാൽ താങ്ങി കൊടുക്കുക എന്നല്ല അർത്ഥം. ഹൈ ലെവൽ തിങ്കിങ് അവിടേക്ക് കൊണ്ടുവരണം. ദെൻ അത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു പാർട്ടിലേക്ക് നിങ്ങളെ ഒരു സെക്കൻഡ് കൊണ്ടുപോകേണ്ടി വരുന്നു. നിങ്ങളിൽ പലരും മുമ്പോട്ട് വരാത്തതിന് കാരണം എന്താണ്? എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും തന്നല്ലോ. 2, സാറ് ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയുമ്പോൾ തെറ്റായി പോയാൽ അയ്യേ നാണക്കേടല്ലേ. മക്കളെ, എല്ലാം പഠിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് വരുന്നത്? അല്ല, അറിഞ്ഞൂടാത്തത് പഠിക്കാനാണ് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. അതിന് വെബ് ഇന്ത്യയോട് നന്ദി പറയുക. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ വന്ന് മാക്സിമം ബിൽഡ് ചെയ്തുകൊണ്ടാണ് പോവേണ്ടത്. അത് നമ്മൾ ചെയ്യണം. അപ്പോൾ എല്ലാവരും എല്ലാം തികഞ്ഞതല്ല. പലർക്കും പലതും അറിയില്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഐ ആം നോട്ട് സുപ്പീരിയർ ടു എനിവൺ. ഒന്ന് പറഞ്ഞേ ഉറച്ച്. ഐ ആം നോട്ട് സുപ്പീരിയർ ടു എനിബഡി. Then second line, I am not inferior to anybody. Louder please. Louder please. Yes. And I am not equal to anybody. അപ്പോൾ ഞാൻ ആരിലും മുകളിലല്ല, എന്നാൽ ഞാൻ ആരിലും താഴെയല്ല, എന്നാൽ ഞാൻ ആരോടൊപ്പവുമല്ല. എന്നെ പോലെ ഒരാളിനെ വേറെ കാണിക്കാൻ പറ്റുമോ ഈ വേഷത്തിൽ? പറ്റത്തില്ല. മോളെപ്പോലെ വേറൊരാളിനെ കാണിക്കാൻ പറ്റുമോ? അതാണ് ഈശ്വരൻ്റെ സൃഷ്ടി, വൈവിധ്യം ആണല്ലോ. ദി ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് പഠിച്ചില്ലേ? ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, +1 +2 ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ, ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്. അതാണ് തമ്പുരാൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്, എല്ലാ വൈവിധ്യങ്ങളും ആണല്ലോ. ദെൻ ഹു ആർ യു? ഐ ആം സംതിങ് സ്പെഷ്യൽ. ഒന്ന് ഉറച്ചു പറഞ്ഞേ. അതെ, നീ സംതിങ് സ്പെഷ്യലാണ്. എന്തുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കുന്നില്ല? ഐ ആം സംതിങ് സ്പെഷ്യൽ. ഞാൻ സംതിങ് സ്പെഷ്യൽ ആണെങ്കിൽ നിനക്ക് സ്പെഷ്യൽ ക്വാളിറ്റീസ് കാണിച്ചൂടെ? നീ സ്പെഷ്യൽ ക്വാളിറ്റി കാണിക്കാത്തെന്താ? അപ്പോൾ നമുക്കതിന് കഴിയും. ഈ രീതിയിൽ ചിന്തിക്കുക, ഹൈ തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരിക. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ മെമ്മറി. ഈ മൈൻഡ് മെമ്മറിയും തമ്മിൽ കണക്റ്റഡ് ആണ്, അതിൽ മാറ്റമില്ല. മെമ്മറിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈൻഡ്, അതിലേക്ക് പോകാം. മൈൻഡിന് വീണ്ടും 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫസ്റ്റ്, മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി. ചില അച്ഛനെയും അമ്മയും കേട്ടിട്ടില്ല, അല്ലെ അമ്മുമ്മയും അപ്പൂപ്പനെ എടുക്കാം, അവർ പിടിച്ചെടുത്ത് തന്നെ നിൽക്കും. നോ ഫ്ലെക്സിബിലിറ്റി, ഒരു രക്ഷയില്ല. ഇതൊരു സക്സസ്ഫുൾ മൈൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണോ? നോ. ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. സോ മൈൻഡിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കണം. നമ്മൾ പറഞ്ഞത് ശരിയാണെങ്കിൽ മാത്രമേ നമ്മളതിൽ സ്ട്രോങ് ആയി പിടിക്കാവൂ. നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കാം. മനസ്സിലായോ? നമ്മൾ പറഞ്ഞത് ട്രൂ ആണ്, 100% ശരിയാണ് എന്ന് ഉറപ്പാണെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഡബിൾ ടൈം അപ്രീഷിയേറ്റഡ് ആവും. അപ്പോൾ വേണ്ടത് മെൻ്റൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ഇവിടെ പല ഹസ്ബൻഡിനും വൈഫിനും ആൻഡ് NCERT WHO എന്ത് പറയുന്നു? ദീസ് ചിൽഡ്രൻ ആർ ദി ഫ്യൂച്ചർ പാരൻസ്, റൈറ്റ് എന്ന് പറയാനാണ് ഞങ്ങളെ പഠിപ്പിച്ചു വിട്ടേക്കുന്നത്. ഈ ഇരിക്കുന്ന കുട്ടികൾ നാളത്തെ പാരൻസ് ആണ്, ആണല്ലോ. അതുകൊണ്ട് പാരൻസ് മാത്രം ഇത് കേട്ടാൽ പോരാ. യു ആർ ദി ഫ്യൂച്ചർ പാരൻസ്. നീ ഇത് 2 തലത്തിലാണ് കേൾക്കാൻ. ഒന്ന്, നീ മകനായിട്ടിരുന്ന് കേൾക്കണം. 2, നീ നാളെ അച്ഛനായാൽ തൻ്റെ മക്കളോട് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, അവരോട് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. ദാറ്റ് ഈസ് ദ മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി. മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി പലയിടത്തും മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലേ സാറേ ഡൈവേഴ്സ്. ഇന്ന് കേരളത്തിൻ്റെ ഡൈവേഴ്സ് എത്രയെന്നറിയാമോ? ഡൈവേഴ്സ്, ഫാമിലി പ്രോബ്ലം ഡൈവേഴ്സ്. അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് ഉന്നതമായ പൊസിഷനിൽ എത്താൻ പറ്റുമോ? പറ്റത്തില്ല.
അപ്പോൾ വിഡ്ഢിവേഷം കെട്ടി നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ട് കാര്യമില്ല. ആദ്യം നമ്മുടെ ബേസ് ഗ്രാസ് റൂട്ട് ലെവൽ എല്ലാം ഓക്കെ ആക്കണം. ദി ക്വാളിറ്റി ഓഫ് ദി എഡ്യൂക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ക്വാളിറ്റി ഓഫ് ദി മാരേജ് എന്നാണ്. തന്നല്ലോ ബസ്സിലെ കിളിയോടും ഓട്ടോ ഡ്രൈവറോടും ഒളിച്ചോടുന്ന പെൺകുട്ടിയുടെ മക്കൾ എങ്ങനെ IAS IPS കാരനെയും പ്രൊഡ്യൂസ് ചെയ്യും? കഴിഞ്ഞ ആഴ്ച ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPS അദ്ദേഹം ബസ്സിലെ കിളിയെ രാത്രി 11 മണിക്ക് പിടിച്ചപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയുമായിട്ട് കിളി മൊബൈലിൽ കഥ പറയുകയാണ്. പെണ്ണെന്തിനാ പഠിക്കുന്നത്? M.Tech. അവളെ വിളിച്ച് അജിത് കുമാർ IPS കൗൺസിൽ ചെയ്തപ്പോഴത്തേക്ക് അവൾ പറയാം, എനിക്കെന്താ ബസ്സിലെ കിളിയെ ലവ് ചെയ്തുകൂടെയെന്ന്. നിങ്ങൾ കണ്ടല്ലോ ഏഷ്യാനെറ്റിൽ അത് കാണിച്ചത്, തമ്മിൽ ശ്രീകണ്ഠൻ നായരുടെ പരിപാടി കഴിഞ്ഞ മാസം ഈ പ്രോഗ്രാം കാണിച്ചു. IPS കാരൻ പറയുകയാണ്, ഇങ്ങനെ മക്കൾ നമ്മളെ പറ്റിക്കാനും അവർ വിദഗ്ധമായ തെരുകിടയിലൂടെ പോവുകയാണ്, അല്ലെങ്കിൽ ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റും? അപ്പോൾ അവിടെ വേണ്ടത് പാരൻസ് വീട്ടിൽ ഡബിൾ 4 കണ്ണുകൾ വേണം എന്ന് ഞാൻ പറയും. സോ മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി. ദെൻ ദി സെക്കൻഡ് ക്യാരക്ടർ മെൻ്റൽ സ്ട്രെങ്ത്. പവർഫുൾ മെൻ്റൽ പവർ കൂട്ടാനുള്ള മെത്തേഡ് ഞാനിപ്പോൾ ഡെവലപ്പ് ചെയ്യും. തേർഡ് പ്ലീസ്. മെൻ്റൽ എൻഡ്യൂറൻസ്. എന്താ മെൻ്റൽ എൻഡ്യൂറൻസ്? ക്ഷീണം ഉണ്ടാവാൻ പാടില്ല. കുറച്ച് പേര് കുറേ നേരം പഠിച്ചതിന് ശേഷം ഞാൻ മടുത്തു അല്ലെങ്കിൽ ക്ഷീണിച്ചു മതിയാക്കി ഇനി പോരുമല്ലോ. ശരിയല്ലേ? ആണോ അല്ലയോ? കുറച്ച് പറയൂ. എന്നാൽ വീരേന്ദർ സെവാഗ് നോക്കിയേ, കഴിഞ്ഞ ഒരു കളിയിൽ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ബാറ്റ് ചെയ്ത് ട്രിപ്പിൾ സെഞ്ചുറി എങ്ങാണ്ട് നേടി. യെസ് ഓർ നോ? അദ്ദേഹത്തിൻ്റെ നമ്മൾ ആ ക്വാളിറ്റി എടുക്കണം. കോൺസെൻട്രേഷൻ, മെൻ്റൽ പവർ, അല്ലേ, ഹാർഡ് വർക്ക്, സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ഈ സാധനം എല്ലാം കൂടെ അദ്ദേഹത്തിൽ വന്നുകൊണ്ടാണ് 3 ദിവസം ഒരേപോലെ നിന്ന് ആ കളി ചെയ്ത് അദ്ദേഹത്തിന് വേൾഡ് റെക്കോർഡ് ഇടാൻ പറ്റിയത്. തന്നല്ലോ. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ കുറച്ച് സമയം നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ക്ഷീണം വരുന്നു? ഇൻട്രസ്റ്റിൻ്റെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. അകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അപ്പോഴേ അവന് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അവന് എയിം ഉണ്ടാകണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ നെയിം ബോർഡിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് അവൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് മെൻ്റൽ എൻഡ്യൂറൻസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് നോ ഫെറ്റീഗ്, ക്ഷീണം ഉണ്ടാകത്തില്ല, മെൻ്റൽ ഫെറ്റീഗ് ഉണ്ടാകത്തില്ല. അപ്പോൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് ദി ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മൈൻഡ് ഈസ് മെൻ്റൽ കോർഡിനേഷൻ. അസോസിയേറ്റ് ചെയ്യണം കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ മെമ്മറി ഡെവലപ്പ് ചെയ്യും. ഇവിടെ ഞാൻ ഒരു പെൺകുട്ടിയെ പേര് ലാസ്റ്റിൽ പറഞ്ഞല്ലോ, വേറൊരു വാക്കും വെച്ചുകൊണ്ട്. ആരായിരുന്നു? എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്? കുറച്ച് പറ. ആതിരയല്ല, മറ്റൊരു പേര് പറഞ്ഞല്ലോ. അർപ്പണ. മിടുക്കി. എന്താ അർപ്പണ മനോഭാവം എന്ന വാക്കുകൂടെ ഞാൻ അതിൽ ചേർത്തു. ശ്രദ്ധിച്ചു. പഠിക്കുന്ന വാക്കുകളും പഠിക്കുന്ന ടേമുകൾ പഠിക്കുന്ന സബ്ജക്റ്റ് കോറിലേറ്റ് ചെയ്ത് മറ്റുള്ള വസ്തുവായി കണക്ട് ചെയ്ത് പഠിക്കണം. എങ്കിലേ മെമ്മറിയിലിരിക്കൂ. ഒരു സിനിമ കണ്ട വേണ്ട, നമ്മുടെ NGOD അല്ലെങ്കിൽ മറ്റേ ടേബിൾ ഉണ്ടല്ലോ, 1x1 2x2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ആരെങ്കിലും മറന്നിട്ടുണ്ടോ ഇത്രയും ദിവസമായിട്ട്? 10 വർഷം മുമ്പ് പഠിച്ചതാണ് മോൾ. ദെൻ A for ABC നമുക്ക് നോക്കാം. A for B for C for. എന്തേ നിങ്ങൾ അത് മറക്കാത്തേ? എന്തുകൊണ്ട് മറന്നില്ല? അത് സബ്ജക്റ്റീവ് മൈൻഡിൽ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇംപ്രഷൻ. നെക്സ്റ്റ് മീൻസ് മെമ്മറി പവർ. ആൻഡ് ദെൻ ഇമേജ്. പഠിക്കുന്നത് ഇമേജ് ചെയ്ത് പഠിക്കുക. ഏതൊരു സിനിമയും ഏതൊരു TV സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? കളർ. ഗിവിങ് കളർ. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്താ? മ്യൂസിക്. ആൻഡ് ഫോർത്ത് ആർട്ട് ആൻഡ് ഗ്രാഫിക്സ്. കണ്ടോ? ഈ 4 വഴിയിലൂടെ നിങ്ങൾക്ക് പഠനത്തെ രസകരമാക്കി നിങ്ങളുടെ ബ്രെയിനിൽ സൂക്ഷിക്കാൻ പറ്റും. ബ്രെയിനിൽ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? സബ് കോൺഷ്യസ് മൈൻഡിൽ. നേരത്തെ പറഞ്ഞ സബ്ജക്റ്റീവ് മൈൻഡിൽ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. വേണ്ട, ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. സഹോദരിയെ എപ്പോഴെങ്കിലും ഹസ്ബൻഡിൻ്റെ അച്ഛനോ അമ്മയോ ചീത്ത വിളിച്ചിട്ടുള്ള വാക്കുണ്ടെങ്കിൽ ഇതുവരെയ്ക്കും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അമ്മാവി എന്ന് നമ്മൾ പറയില്ലേ? ഹസ്ബൻഡിൻ്റെ അമ്മ, അച്ഛൻ, അവരെ അമ്മ ഏതെങ്കിലും രീതിയിൽ അനാവശ്യം 10 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇതുവരെയ്ക്കും മറന്നിട്ടില്ലല്ലോ. ഉണ്ടോ ഇല്ലേ? എന്നാൽ അത് കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം ഈ അമ്മാവി പായസം വെച്ച് വരെ തന്നു ഇല്ലേ? ശരിയല്ലേ? നല്ല സ്നേഹത്തോടെ പെരുമാറി, കേക്ക് വാങ്ങിച്ചു തന്നു. ആ തന്ന ദിവസങ്ങൾ ഓർമ്മയുണ്ടോ? ആ തന്ന ദിവസങ്ങൾ നമുക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മളെ ചീത്ത വിളിച്ച ദിവസം നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. രസകരമായി തലേ കയറാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. എന്താ ഇത്? കാരണം നമ്മുടെ സബ്ജക്റ്റീവ് മൈൻഡിന് ഒരു നെഗറ്റീവ് ക്വാളിറ്റി ഉണ്ട്. എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് വെരി മച്ച് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. സബ്ജക്റ്റീവ് മൈൻഡ് ഈസ് വെരി സെൻസിറ്റീവ്.
അതാണ് ഈ പയ്യന്മാരുടെ കൂട്ടുകാരന്മാർ നമുക്ക് ചാരായം കുടിക്കാം, കമ്പനി കൂടാം, സ്മോൾ അടിക്കാം എന്ന് 4 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇവരിൽ 2 പേർ ഓട്ടോമാറ്റിക്കലി ആ കൂട്ടുകെട്ടിനകത്ത് വീണുപോയത്. നമുക്ക് നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോവാം. അപ്പോൾ എന്താ മോൻ പറയുക, വേണ്ട ഞാൻ എനിക്ക് ക്ലാസ് ഉണ്ട്, കുഴപ്പമില്ല ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ആദ്യം പോയിട്ട് കാര്യമൊന്നുമില്ല, അത് നമുക്ക് ഇന്ന് കട്ട് ചെയ്യാം, ഇപ്പോൾ കളി നടക്കുകയാണ്, നമുക്കിപ്പോൾ ഇന്ന് നമുക്ക് അടിച്ച് പൊളിക്കാം ബാ. ദെൻ ആ വാക്ക് കേട്ടുടനെ ഇല്ലേ, അടിച്ച് പൊളിക്കാമെന്ന വാക്ക് കേട്ടുടനെ സബ്ജക്റ്റീവ് മൈൻഡിന് എന്ത് പറ്റി, ഇൻഫ്ലുവൻസ് ആയി. എന്നാൽ അവൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് അത് സബ്ജക്റ്റീവ് മൈൻഡിലേക്ക് കടത്തിവിടാതെ ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിലോ ആ ക്ലാസ് കട്ട് ചെയ്യില്ലായിരുന്നു, അത് പഠിക്കാമായിരുന്നു, അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഒരു ക്ലാസ് മിസ്സായിട്ട് അടുത്ത ക്ലാസ്സിൽ വന്നിരുന്ന് പഠിച്ചിട്ട് കണ്ടിന്യൂറ്റി കിട്ടുമോ? കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളൊന്ന് കംപ്ലീറ്റ് അഴിച്ചു പൊളിച്ച് പരിശോധിച്ച് നോക്കണം നമ്മളുടെ അവസ്ഥ എന്താണ് എന്ന്. ഓരോരുത്തരും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. ഇതിനകത്തുള്ള ബെനിഫിറ്റ് ഞാൻ പലതും മിക്സ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ച് കാണും. ബെസ്റ്റ് ഫാമിലിയും കൂടെ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചല്ലോ, വാട്ട് ഇസ് എ ഫാമിലി? WHO ഫാമിലിക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ഫാമിലി. അപ്പോൾ ആ ഫാമിലി എന്താണ് എന്നുള്ളൊരു ഉദ്ദേശം ഇപ്പം ഞാൻ പറയുന്നില്ല, അത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പറയുന്നതാണ്. ഇവിടെ നമുക്ക് സമയമില്ല, അതുകൊണ്ട് അത് കട്ട് ചെയ്യുന്നു. ഒരു കാര്യം എനിക്ക് പറയേണ്ടി വരുന്നു, ദി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ക്വാളിറ്റി ഓഫ് മാരേജ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഫാമിലി. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ സൂക്ഷിക്കണം. ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ മെൻ്റൽ സ്ട്രെങ്ത് ഓർ കോൺസെൻട്രേഷൻ പവർ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ 1 മിനിറ്റ് കൊണ്ട് തയ്യാറാവുകയാണ്. സ്റ്റുഡൻസ് പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. സ്റ്റുഡൻസ് ഒരു 4 ഇരുന്നോളൂ. ഒരു പുതിയ 4 സ്റ്റുഡൻസ് ഓടി വന്നേ. കണ്ട ഇപ്പൊ 40 പേരായി. ഓക്കെ, കൺഗ്രാജുലേഷൻ. ഒന്ന് കൈയടിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും. കാരണം 4 സ്റ്റുഡൻസ് വരാൻ പറഞ്ഞപ്പോൾ ഗേൾസിന് ഒരു ചാൻസ് പോലും കൊടുത്തില്ല അല്ലേ? നമ്മൾ ഗേൾസിന് ഒരു ചാൻസ് കൊടുക്കേണ്ടതാണ്. 2 ഗേൾസ് കൂടെ പ്ലീസ്. 2 ഗേൾസ് കൂടെ പ്ലീസ്. 2 ഇപ്പോൾ ഒരുപാട് ഗേൾസായി. ഓക്കെ, താങ്ക് യു. ശ്രദ്ധിച്ചോളൂ സ്റ്റുഡൻസ് എല്ലാവരും ഒന്ന് എണീച്ച് നിന്നേ. മോനെ ഫാനുകളൊന്ന് ഓഫ് ചെയ്യണം. ഇതിനകത്ത് ഓരോ മെഴുകുതിരിയുണ്ട്. എല്ലാ കുട്ടികളുടെ ഓരോ സ്റ്റുഡൻറ്റ് കൊണ്ടു സബ്. ഫ്രണ്ടിലോ ബാക്കിലോ ആരുടെയും പുറത്ത് തട്ടാതെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക, കണ്ണിന് നേരെ പിടിക്കുക. ലുക്ക് വളരെ പവർഫുള്ളായിട്ട് ആ ഗ്ലോയിൽ, പവർഫുൾ കൈ, വളരെ പവർഫുൾ. IPS, IFS, IAS ഓഫീസേഴ്സ് പവർഫുൾ ആയിട്ട് കൈ നീട്ടി പിടിക്കുക. നിങ്ങൾക്ക് ഇവിടുത്തെ കമ്മീഷണർ മനോജ് എബ്രഹാം സാറിൻ്റെ മേശപ്പുറത്ത് ചെന്ന് നോക്കിയാൽ ഒരു വലിയ മെഴുകുതിരി ഇതുപോലെ കത്തിയിരിക്കുന്നതാണ്. സോ പവർഫുള്ളായിട്ട് നീട്ടുക, കഴിച്ചു മടക്കരുത്, എൽബോ സ്ട്രൈറ്റ്, പവർഫുൾ. ഇനി ആ ഗ്ലോയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. റെഡി? ഇനി ഞാൻ പറയുന്നത് മൈൻഡിൽ ഏറ്റു പറയുക. ഓക്കെ, ഞാൻ പറയുന്നത് മൈൻഡിൽ ഏറ്റു പറയുക. ഞാൻ എന്ന് പറയുമ്പോൾ അവരവരുടെ പേര് പറയണം മൈൻഡിൽ. ഇനി ഞാൻ പറയുന്നത് ഏറ്റു പറയുക. ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പ്രതീക്ഷയാണ്. ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹമാണ്. ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സൊസൈറ്റിയുടെയും പ്രതീക്ഷയാണ്. എന്നാൽ ഇന്നലെ വരെ എൻ്റെ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞാൻ വർക്ക് ചെയ്തില്ല. എൻ്റെ ജീവിതം വിലപ്പെട്ടതാണ്. സമയം ജീവിതമാണ്. ഇന്ന് സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത് ഞാൻ എൻ്റെ ജീവിതം തന്നെയാണ് പാഴാക്കി കളയുന്നുവെന്ന് ഞാൻ ഓർക്കുന്നു. ഇതാ ഞാൻ മനസ്സിൽ ശപഥം ചെയ്യുന്നു, ഇന്നു മുതൽ എൻ്റെ വിലപ്പെട്ട ഒരു സമയവും ഞാൻ പാഴാക്കി കളയില്ല. ഞാൻ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. ആ ഈശ്വരൻ സൃഷ്ടിച്ച എന്നിലെ എല്ലാ ക്വാളിറ്റീസും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കും. ഞാൻ എൻ്റെ സമൂഹത്തിന് അസറ്റായി മാറും. എൻ്റെ ലക്ഷ്യം
എൻ്റെ ജീവിതം അത് എൻ്റെ ഫാമിലിക്കും എൻ്റെ സൊസൈറ്റിക്കും വേണ്ടി ഞാൻ അർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫാമിലിക്കും സൊസൈറ്റിക്കും അസറ്റായി മാറണമെങ്കിൽ ഞാൻ ഉണർന്നേ പറ്റൂ. ഞാൻ ഉയരണം. ഇന്നു മുതൽ എന്നിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഹാർഡ് വർക്കറായി മാറും. എന്നാൽ കഴിയുന്ന നിലയിൽ ഞാൻ ഉന്നതമായ സ്ഥലത്തെത്തിച്ചേരും. എൻ്റെ അമ്മയെയും എൻ്റെ അച്ഛനെയും എൻ്റെ ഫാമിലിയെയും എൻ്റെ സൊസൈറ്റിയെയും എന്നാൽ കഴിയുന്ന രീതിയിൽ ഉന്നതമായ നിലയിൽ ഞാൻ സംരക്ഷിക്കും. അതിന് ഞാൻ പ്രാപ്തനാണ്. അതിനെനിക്ക് കഴിവുണ്ട്. എൻ്റെ മുഴുവൻ കഴിവും പുറത്തെടുത്ത് ഇന്നു മുതൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എന്നിതാ മനസ്സിൽ ശപഥം ചെയ്യുന്നു. സത്യം, സത്യം, സത്യം. ഓക്കെ, താങ്ക് യു. അത് ഓഫ് ചെയ്തോളൂ. ഈ ക്യാൻഡിൽസ് പെട്ടെന്ന് ഇതിനകത്തോട്ടിട്ടോളൂ. പോയി കളക്ട് ചെയ്തോളൂ. പെട്ടെന്ന് കളക്ട് ചെയ്തു. ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്നലെ വരെ നിങ്ങൾ എത്ര സ്പീഡിലാണോ നടന്നിരുന്നത് അതിൻ്റെ 10% കൂടെ കൂട്ടണം. പറഞ്ഞു മനസ്സിലായോ? ഇന്നലെ വരെ നിങ്ങൾ നടന്നിരുന്നതിൻ്റെ 10% സ്പീഡ് കൂട്ടണം എന്ന് പറഞ്ഞാൽ എല്ലാ വർക്കിലും നിങ്ങൾ 10% കൂടെ സ്പീഡ് കൂട്ടണം. ഒരു മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? 20% കൂടെ സ്പീഡ് കൂട്ടണം. അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം സ്പീഡ് കൂട്ടാമോ അത്രത്തോളം പെട്ടെന്ന് നിങ്ങൾ ഫേമസ് ആവും, നിങ്ങൾ ഉന്നതമായ സ്ഥലത്തെത്തും. സോ ക്യാൻ യു? യെസ് ഓർ നോ? ഫ്രം ദി ഹാർട്ട്. പറ്റുമോ ഇല്ലയോ? പറ്റും. ഇന്നു മുതൽ ഹാർഡ് വർക്കർ ആവും. ഓക്കെ ആണോ? അതോ അല്ലയോ? എന്നെ ഒന്ന് എടുത്തേ. നിങ്ങളുടെ പവർ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നേരത്തെ അദ്ദേഹത്തിന് എന്നെ ഇത്രയും എടുക്കാൻ പറ്റിയില്ല. എന്നാൽ അദ്ദേഹം ഇപ്പൊ ഇത്രയും ലിഫ്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് ദി ഹിഡൻ എനർജി പവർ, മെന്റൽ പവർ പ്രസന്റ് ഇൻസൈഡ് യുവർ ബ്രെയിൻ, ഇൻസൈഡ് യുവർ മൈൻഡ്, ഇൻസൈഡ് യുവർ ബോഡി. നിങ്ങളുടെ ബോഡിക്കകത്ത് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതിൻ്റെ 100 ഇരട്ടി പവർ ഉണ്ട്. ഇനിയും നമ്മളത് കാണും, പ്ലീസ്. ഓക്കെ. ദെൻ ഇതിൽ നല്ല മെന്റൽ സ്ട്രെങ്ത് ഉള്ള ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു 4 പേർ, 2 ബോയ്സ് 2 ഗേൾസ് ഓടി വരൂ. 5 പേർ വരൂ. 2 ബോയ്സ് 2 ഗേൾസ്. പുതിയ ആൾക്കാരാവട്ടെ, പുതിയ ആൾക്കാർ. മോന് 2 ബോയ്സ് 2 ഗേൾസ്. ഓക്കെ, 3 ഗേൾസ്. ഗേൾസ് കൂടുതൽ വന്നാലും ഞാൻ നോ പറയില്ല. ഗേൾസ് കൂടുതൽ വന്നാൽ ഞാൻ നോ പറയത്തില്ല. വേറെ ഏതെങ്കിലും ഗേൾസ് ഉണ്ടാവും വരാൻ? 2 more ഗേൾസ്, പവർഫുൾ ഗേൾസ്, മെന്റൽ പവറുള്ള ഗേൾസ്. ഓക്കെ. ബോയ്സ് പവർഫുൾ ആയി കഴിഞ്ഞു എന്ന് വിശാൽ തന്നെ തെളിയിച്ചു. ബോയ്സ് പവർഫുൾ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അടുത്ത കാണിക്കാൻ കഴിയുന്ന സംഭവം കാണുമ്പോൾ ഓടിക്കളയായിരുന്നു. റൈറ്റ്? ഇതൊരു കോട്ടൺ ആണെന്നറിയാമല്ലോ. ഇതൊക്കെ നിങ്ങൾ പല മാജിക്കുകളിലും മറ്റ് പല പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളതാവാം, കാണും. പക്ഷേ ഇതൊക്കെ വളരെ നിസ്സാരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ. റൈറ്റ്? നീട്ടിപ്പിടിച്ചോളൂ. പവർഫുൾ മെന്റൽ പവർ. ഓക്കെ, മെന്റൽ സ്ട്രെങ്ത്, മെന്റൽ പവർ. പറ്റുമല്ലോ? റെഡി? Last. Okay, please. Hey, ഒന്ന് കഴിയട്ടെ. കത്തട്ടെ. ആ, ഓക്കെ. കത്തട്ടെ.
കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. അങ്ങോട്ട് അങ്ങോട്ട് തിരിച്ച്. ഓക്കെ, സി കത്തട്ടെ കത്തട്ടെ, നന്നായി കത്തട്ടെ, നന്നായിട്ട്. ഓക്കെ, ആ ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യു ക്യാൻ കഴിയും, നിനക്ക് കഴിയും, ഈസി ആയിട്ട് കഴിയും. ഇത്രയേ ഉള്ളൂ. ഒന്ന് നല്ല കൈയടി വിളിച്ചോളെ. പറ്റില്ലേ? നിനക്ക് പറ്റും. നീ വിചാരിച്ചാൽ നടക്കും. നീ വിചാരിച്ചാൽ ഈ ലോകം തന്നെ എടുത്ത് മാറ്റാൻ കഴിയും. ആ വാക്യത്തുള്ള കളഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം. ആരെന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മുടെ മൈൻഡാണ് പവർഫുൾ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. എനിക്ക് കഴിയും. ഐ ക്യാൻ ഡു, ഐ വിൽ ഡു, എനിക്കതെല്ലാം ചെയ്യാൻ കഴിയും. പാഠപുസ്തകം എല്ലാം കൃത്യസമയത്തിന് പഠിച്ചു തീർക്കാൻ പറ്റും. ഇന്ന് വരെ പഠിപ്പിച്ചത് മുഴുവൻ ഇന്ന് മുതൽ ഞാൻ ഹാർഡ് വർക്കറാവും. ഇനി മുതൽ അപ് ടു ഡേറ്റ് ആയിരിക്കും. എന്നെ ഒരു സാത്താൻ്റെ സന്തതികൾക്കും, എന്നെ ഒരു ദുഷ്ടന്മാർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഒരു ഫ്രണ്ട്സിനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഐ ആം മോർ പവർഫുൾ. എനിക്കെല്ലാം കഴിയും. എനിക്ക് ഇന്ന് മുതൽ നല്ല മെൻ്റൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ഇല്ലേ? യെസ് ഓർ നോ? ഒന്നുകൂടെ എടുത്തേ, ഒന്നുകൂടെ എന്നെ എടുത്തേ, പവർഫുൾ ആയിട്ട് എടുത്തേ. നിങ്ങളുടെ മക്കൾക്ക് ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഉണ്ട്, കഴിവുണ്ട്. അതാദ്യം നിങ്ങൾ തിരിച്ചറിയുക, അവരെ ബൂസ്റ്റപ്പ് ചെയ്യുക, അവരെ മാക്സിമം എൻകറേജ് ചെയ്യുക. ഓക്കെ? Starting on a new career choice can be intimidating at first. People are often confused what to choose as their life career. Taking your time and looking through our career and education section can make all the difference. If you're interested in learning about career development and new opportunities, Webindia 123 is here to help you.